മലയാളത്തിലെ മുത്തുകൾ. സ്നേഹത്തിൻ ഗാഥകൾ പാടാനായി, സ്നേഹത്തിൻ ഗാഥകൾ പാടാനായി മനസ്സിൻ്റെ ചെപ്പ് തുറന്നാണ്, മനസ്സിൻ്റെ ചെപ്പ് തുറന്നാണ്. അതാണ് ആ വരികൾ പാടുന്നത്. അങ്ങനത്തെ നമ്മൾ പാട്ട് വരും. അത് ഈടെങ്ങനെയാണ്? കേരള നാട്ടിലെ കുട്ടികളെ, മലയാളത്തിലെ മുത്തുകളെ. കേരള നാട്ടിലെ കുട്ടികളെ, മലയാളത്തിലെ മുത്തുകളെ, സ്നേഹത്തിൻ ഗാഥകൾ പാടാനായി മനസ്സിൻ്റെ ചെപ്പ് തുറന്നാട്ടെ. കേരള നാട്ടിലെ കുട്ടികളെ, മലയാളത്തിലെ മുത്തുകളെ, സ്നേഹത്തിൻ ഗാഥകൾ പാടാനായി മനസ്സിൻ്റെ ചെപ്പ് തുറന്നാട്ടെ. അങ്കണ നാട്ടിലടക്കുവാനായി അതിൻ്റെ വഴികൾ തുറക്കുവാനായി വിജ്ഞാനത്തിൻ കൈയാൽ മനസ്സിനൊന്നായി അഞ്ചേരൂ. കേരള നാട്ടിലെ കുട്ടികളെ, മലയാളത്തിലെ മുത്തുകളെ, സ്നേഹത്തിൻ ഗാഥകൾ പാടാനായി മനസ്സിൻ്റെ ചെപ്പ് തുറന്നാട്ടെ. നമസ്തേ. മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമായ ധർമ്മടത്ത് ബാലസംഘം സമ്മേളനത്തിൽ കൊലക്കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന CPM ക്രിമിനൽ പങ്കെടുത്തു. ബാലസംഘം ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിലാണ് കൊലപാതക കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന ടെൻഷൻ ശ്രീജിത്ത് എന്ന തെക്കേ കണ്ണോളി വീട്ടിൽ ശ്രീജിത്ത് കുട്ടികൾക്കൊപ്പം ആടിയും പാടിയും പങ്കെടുത്തത്. ഗുരുപൂജ വിവാദമാക്കുന്ന അതേ ആളുകളാണ് ജീവപര്യന്തം തടവുകാരന് വീരപരിവേഷം നൽകി പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. ഗുരുപൂർണിമ ദിവസം കുട്ടികൾ ഗുരുക്കന്മാരെ പാദപൂജയിലൂടെ ആദരിച്ചതിന് ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ചവർക്ക് ഒരു ക്രിമിനലിനെ കുട്ടികളുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിൽ അഭംഗിയൊന്നും തോന്നുന്നില്ലേ? ഞങ്ങൾക്ക് ഗുരുപൂജയെങ്കിൽ CPMന് ഗുണ്ടാപൂജ. ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, ഡോക്ടർ MV നടേശൻ, MK ഹരിദാസ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ക എന്നിവ അതിഥികളാവുന്ന എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ MK ഹരിദാസ്, നിരവധി കൊലപാതക കേസുകളിലെ പ്രതിയായ ടെൻഷൻ ശ്രീജിത്ത് എന്ന തെക്കേ കണ്ണോളി വീട്ടിൽ ശ്രീജിത്താണ് ബാലസംഘത്തിൻ്റെ ധർമ്മടം നോർത്ത് വില്ലേജ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. തലശ്ശേരിയിലെ BJP പ്രവർത്തകൻ നിഖിൽ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഇയാൾ. പരോളിലിറങ്ങിയ സമയത്താണ് ബാലസംഘത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തത്. തീർന്നില്ല. കുന്നോത്ത് പറമ്പിലെ BJP പ്രവർത്തകൻ KC രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4ാം പ്രതിയാണ് CPM ക്രിമിനൽ സംഘത്തിൽ ഉൾപ്പെട്ട ശ്രീജിത്ത്. മുസ്ലിം ലീഗ് പ്രവർത്തകരായ നാദാപുരത്തെ അസ്ലമിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ഇതേ ശ്രീജിത്ത് പ്രതിയാണ്. ഈ കൊലക്കേസ് പ്രതിയുടെ വീടിൻ്റെ പാല് കാച്ചലിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ, CPM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ തുടങ്ങിയ CPM നേതാക്കൾ എത്തിയത് നേരത്തെ വിവാദമായിരുന്നു. കൂട്ടത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ PP ദിവ്യയും അന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു കേട്ടോ, പാലുകാച്ച ചടങ്ങിൽ. കുട്ടികളുടെ മുന്നിൽ കഥ പറയാനും പാട്ടുപാടാനും ഏറ്റവും യോഗ്യൻ ഒരു കൊടും ക്രിമിനലാണെന്ന ചിത്രം CPM അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഗുരുപൂജ നടത്തുകയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ വെച്ച് ഗുണ്ടാപൂജ നടത്തും എന്ന് തന്നെയല്ലേ CPM പറയുന്നത്? ചെയ്തത് ടെൻഷൻ ശ്രീജിത്തായാലും ടെൻഷനില്ലാത്ത ശ്രീജിത്തായാലും അതുപോലെ തന്നെ ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നത് കൊടിസുനിയും അല്ലെങ്കിൽ മറ്റ് പ്രതികളായാലും അവരല്ല അത് ചെയ്ത്, അവർ കേവലം അതിൻ്റെ ഒരു ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്തതാണ് എന്നുള്ളത് കേരളത്തെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് CPM നേതാക്കൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്നത് എന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കണം. അവർ വരും കരുക്കളായിരുന്നു. ഞങ്ങൾ ചെയ്യാൻ പറഞ്ഞ കാര്യം അവർ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന വിഷയം. ഇവിടെ എനിക്ക് കാരശ്ശേരി മാഷുടെ എന്ന് പറഞ്ഞിട്ടൊരു
ഒരു ക്യാപ്ഷൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്കുകൾ ഈ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കേണ്ടത് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ളതല്ല. കേരളത്തിൽ മാത്രം ഒതുങ്ങിയ കമ്മ്യൂണിസം നൽകിയ സംഭാവന പരമവിഡ്ഢികളായ ഒരു സമൂഹത്തെ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ ഉടയോന്മാരായി ഒരു വിഭാഗം വിലസുകയാണ് കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണത്. ഇപ്പോൾ അദ്ദേഹം പറയാത്തത് ആരെങ്കിലും രചിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെയും വളരെ ശരിയാണത്. ഒരു വിഡ്ഢിയായ ഒരു സമൂഹത്തെ ഞങ്ങൾ പറയുന്നതെല്ലാം ചെയ്യാനുള്ളൊരു സമൂഹത്തെ ഉണ്ടാക്കിയിട്ട് ആ സമൂഹത്തിൻ്റെ ഉടയോന്മാരായിട്ട് ഇവർ വിലസുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവർ ഗുരുപൂജയാ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുരുപൂജ അല്ലെങ്കിൽ RSSൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഗുരുപൂജയ്ക്ക് ബദലായിട്ട് ഇന്ന് ചെയ്യാവുന്ന ഏറ്റവും ഒരു നമ്മൾ പറയില്ലേ ജനങ്ങളെ ചൊടിപ്പിക്കാനുള്ളൊരു കാര്യമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ. സിദ്ധാർത്ഥനെ അങ്ങേയറ്റം റാഗിങ്ങിൻ്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലയിലേക്ക് എത്തിച്ച ഒരു സമൂഹത്തെ സൃഷ്ടിക്കലാണ് ഇന്ന് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ട് കൊച്ചു കുട്ടികളുടെ മുൻപിൽ ഇത്തരത്തിൽ പാട്ട് പാടി നൃത്തം ചെയ്ത് ഒരു എന്താ പറയേണ്ട ഒരു സന്ദേശം കൊടുത്തത് വെച്ചാൽ അതിൽ തെറ്റില്ല. കാരണം നാളെ ഈ സിദ്ധാർത്ഥനെ കൊന്നതുപോലുള്ളൊരു സമൂഹത്തിനെ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ എങ്ങനെയാണ് ഒരു ക്രിമിനൽ ആകുക എന്നുള്ള ഉപദേശമൊക്കെ കൊടുക്കാൻ ഒരു പക്ഷേ ശ്രീജിത്തിന് സാധിക്കുമായിരിക്കാം. അതുകൊണ്ടാണ് ഇന്ന് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ശ്രീജിത്തിന് ചുറ്റും നിർത്തിക്കൊണ്ട് ശ്രീജിത്തിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അല്ലാതെ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ, നമുക്ക് ക്രിമിനലാണെന്ന് നമ്മൾ പറയണത് അദ്ദേഹം 2-3 കേസിലെ പ്രതിയാണ്. ഏതോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് അകത്ത് കിടക്കുമ്പോൾ പരോളിൽ ഇറങ്ങിയതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ നമ്മൾക്ക് ക്രിമിനലാണെന്ന് പറയുന്നത്. നേരിട്ട് എനിക്ക് അദ്ദേഹം ക്രിമിനലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അവിടെയും കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ CPMൻ്റെ കോടതിക്ക് ബോധ്യപ്പെട്ടവർ മാത്രമേ അത് കുഞ്ഞനന്തൻ്റെ കാര്യത്തിലായാലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ കാര്യത്തിലായാലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതി എന്തോ പറയട്ടെ, അവർക്കെതിരായിട്ട് CPMനെതിരായിട്ടുള്ള എല്ലാ കോടതി വിധികളും പ്രഖ്യാപിച്ചിട്ടുള്ളത് ബൂർഷ്വാ കോടതിയാണ്. അനുകൂലമായ വിധി വരുമ്പോൾ മാത്രമാണ് കോടതികൾ ജനാധിപത്യ കോടതികളാകുന്നത്. അപ്പോൾ ഇവിടെ CPMൻ്റെ കോടതിക്ക് ഇവരൊന്നും കുറ്റവാളികളല്ല എന്ന് തോന്നിയാലും സമൂഹത്തിന് കുറ്റവാളികളായ ഒരു വ്യക്തി ഇത്തരത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളെ ചുറ്റും നിർത്തിയിട്ട് പരോളിൽ ഇറങ്ങിയ ഒരു വ്യക്തി ഇത്തരത്തിലൊരു സംഭവം നടത്തിയത് നമ്മുടെ സാക്ഷര കേരളത്തിന്, പ്രബുദ്ധ കേരളത്തിന് അങ്ങേയറ്റം അപമാനകരമായൊരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നാൾക്ക് നാൾ ഉള്ള അപച്യുതിയിൽ അവർ ഇതിനപ്പുറവും ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്കതിൽ പരാതിപ്പെടാനില്ല. ഈ ഗുരുപൂജ തൊട്ടിട്ടുള്ള ചില കാര്യങ്ങളുമായി കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഗുരുപൂജ കമ്പൽസറി ആയിട്ട് ചെയ്യാത്ത കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്തേക്കാക്കുമെന്നൊന്നും RSSോ BJPയോ എന്തെങ്കിലും വിധത്തിലുള്ള ഉത്തരവിറക്കിയതായിട്ട് എനിക്കറിയില്ല. അത് ഈ എൻ്റെ കുട്ടികൾ ഗുരുപൂജ ചെയ്ത് കാല് കഴുകുന്ന ക്രിയ ചെയ്യരുത് എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കൾക്കാണ് അതിന് അവകാശം. സ്കൂളിൽ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഈ വിദ്യാലയത്തിൽ ഞങ്ങളുടെ റിപ്പോർട്ടറും ക്യാമറമാനും ഒക്കെ പോയിരുന്നു. അവിടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും അഭിപ്രായം ഞങ്ങൾ തേടി. അവരോരോരുത്തർ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് ഗുരുപൂർണിമ ദിവസം. ഇതിൽ എന്താണ് ഇക്കൊല്ലം ഒരു സവിശേഷത കാണുന്നത് എന്ന് മാത്രമല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രധാന അധ്യാപിക പറഞ്ഞ എന്താണെന്നറിയോ? നേരത്തെ താങ്കൾ പരാമർശിച്ചതുപോലെ ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് ഇത് ചെയ്യിക്കുന്നില്ല. ആവശ്യമുള്ളവർ, അതായത് ഗുരുപൂജ നടത്താൻ താല്പര്യമുള്ളവർ മാത്രം അതിൽ പങ്കെടുത്താൽ മതി. മറ്റൊരു നിർബന്ധവുമില്ല, അടിച്ചേൽപ്പിക്കലുമില്ല. ഇത് നോക്കൂ, എത്ര വ്യക്തമായിട്ടാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ കാര്യത്തിലൊരു ക്ലാരിറ്റി തന്നത്. അതായത് അവിടുത്തെ പ്രധാന അധ്യാപിക പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പം എൻ്റെ വീട്ടിലൊരു 4 വയസ്സുകാരൻ ഒരു LKGയിൽ പോകുന്നുണ്ട്. നിത്യേന ആ സ്കൂളിൽ നാളെ എന്ത് ആ കുട്ടി ചെയ്യണം എന്നുള്ള കാര്യം ഇന്ന് തന്നെ വാട്സപ്പിൽ ആ കുട്ടിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ വിയോജിപ്പുണ്ടെങ്കിൽ നമ്മൾക്കതിൽ രേഖപ്പെടുത്താം. ഈ കാര്യത്തിന് എൻ്റെ കുട്ടിയെ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലം കാണാൻ കൊണ്ടുപോവുകയാണ്, അല്ലെങ്കിൽ ഇന്നതാണെന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് മാതാപിതാക്കളുടെ അവകാശമാണ്. അത് CPM എന്ന് പറയുന്ന പാർട്ടി അതിന് തീട്ടൂരം ഇറക്കിക്കൊണ്ട് ഈ ഗുരുവന്ദനം, ഒന്നാമത് മാതാപിതാ ഗുരുദൈവം, ഗുരുക്കന്മാരെ വന്ദിക്കാൻ ഇവിടെ നമ്മുടെ റഹീം എന്ന് പറയുന്ന മുന്തിയ സഖാവ് ഒരു വിജയലക്ഷ്മി ടീച്ചറെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച കഥ അവർ പറയുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. അവരെന്താണ് പറഞ്ഞത്? അവരെ പിന്നിൽ നിന്ന് സെപ്റ്റി പിൻ കൊണ്ട് അവരെ കുത്തി നോവിക്കുകയായിരുന്നു ഈ മനുഷ്യൻ എന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ളൊരു പാരമ്പര്യം ഗുരുപൂജ ഗുരുക്കന്മാരെ,
അവരവരുടെ അധ്യാപകരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടിക്ക് ഇതൊക്കെ അസഹ്യമായിട്ട് തോന്നാം, അസഹിഷ്ണുതയോടുകൂടി കാണാം. ഞാൻ ഈ ഗുരുവന്ദനത്തിനും ഇത്തരത്തിൽ പാദം കഴുകുന്നതിനൊന്നും എനിക്ക് യോജിപ്പുണ്ട് എന്നുള്ള നിലയ്ക്കല്ല. പക്ഷേ അതിന് വിയോജിപ്പ് പറയുന്നത് അത് ചെയ്യുന്ന കുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള അവകാശമാണ്. എൻ്റെ കുട്ടി എൻ്റെ അധ്യാപകൻ്റെ ആ കുട്ടിയുടെ അധ്യാപകൻ്റെ കാല് കഴുകുന്നത് എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ അവിടെ പൂവിട്ട് പൂജിക്കുന്നത് ഇഷ്ടമല്ല. ഇവർ പെസഹ വ്യാഴത്തിൻ്റെ അന്ന് നാളെ ഇവർ പറയുകയാണ് പള്ളിയിൽ അച്ഛന്മാർ എന്തെന്നാ പറയുന്നത് അവരുടെ സഭാവിശ്വാസികളുടെ കാല് കഴുകരുത് എന്ന് പറയാൻ ഇവർ ഇത്തരത്തിൽ ഈ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ തയ്യാറാവില്ല. കാരണം അത് ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷത്തെ അത്തരത്തിലുള്ള ഒരു കാര്യം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചിട്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഭൂരിപക്ഷത്തിനെ എന്ത് പറഞ്ഞ് നോവിച്ചാലും യാതൊരു വിധ പ്രശ്നവുമില്ല. അന്ന് വേറെ 1-2 കാര്യങ്ങൾ പറയാം. സത്യസായി ബാബയുടെ ഭക്തരെല്ലാം, മാതാമൃതാനന്ദമയിയുടെ ഭക്തരെല്ലാം ഇവർ വിചാരിക്കുന്നുള്ളത് എന്താണെന്നറിയോ, കോൺഗ്രസ്സുകാരും BJP കാരുമാണെന്നുള്ള എന്തൊരു അന്ധമായ തെറ്റിദ്ധാരണയാണെന്നറിയോ. എനിക്ക് വളരെയധികം പരിചയമുള്ള എൻ്റെ ഇത്തരത്തിലുള്ള ചാനൽ ചർച്ചകളിലൂടെ എന്നെ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്, പരിചയപ്പെട്ടു. അദ്ദേഹം വളരെയധികം ഞാനുമായിട്ട് അടുത്തു. എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൊണ്ടുവന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴാണ് മനസ്സിലായത് ഈ മനുഷ്യൻ അങ്ങേയറ്റം മാർക്സിസ്റ്റ് സിദ്ധാന്തത്തെ അങ്ങേയറ്റം ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെയൊക്കെ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇദ്ദേഹം പിന്നീട് സത്യസായി ബാബയുടെ ഒരു അങ്ങേയറ്റം ഭക്തനായിട്ട് മാറിയപ്പോഴും അദ്ദേഹം വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ബാംഗ്ലൂരിലുള്ള സത്യസായി ട്രസ്റ്റിൻ്റെ ഹോസ്പിറ്റലിലെ അദ്ദേഹത്തിൻ്റെ ബ്ലോക്കിൻ്റെ ഓപ്പറേഷൻ 5 പൈസ ഇല്ലാതെ ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ളൊരവസ്ഥയിൽ അദ്ദേഹം സായിബാബയുടെ വലിയൊരു ഭക്തനായിട്ട് മാറിയ ഒരു അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. മാതാമൃതാനന്ദമയിയുടെ ഭക്തരായിട്ടുള്ള ഒരുപാട് പേരെ അറിയാം. ഇവരൊക്കെ സ്ഥിരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ മാതാമൃതാനന്ദമയി എന്ന് പറയുന്ന മനുഷ്യദൈവത്തെയും അതുമാതിരി തന്നെ സത്യസായി ബാബ എന്ന് പറയുന്ന മനുഷ്യദൈവത്തെയും ആരാധിക്കുന്നത് BJPയോടോ സംഘപരിവാറിനോടോ ആഭിമുഖ്യമുള്ളവരാണ്, അല്ലെങ്കിൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ളവരാണ് എന്നുള്ളൊരു അന്ധമായ തെറ്റിദ്ധാരണ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾക്ക് ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുപൂജ അല്ലെങ്കിൽ ഗുരുവന്ദനം അല്ലെങ്കിൽ ഗുരുവിൻ്റെ പാദം കഴുകുന്നതിന് എതിരായിട്ടുള്ള നിൽക്കാനും ഇത്തരത്തിലുള്ള പറയില്ലേ ഒരു കൊടും ക്രിമിനലിനെ കുട്ടികൾക്ക് മുന്നിലേക്ക് എത്തിക്കാനും ഉണ്ടായിട്ടുള്ള ചേതോവികാരമെങ്കിൽ അത് നമ്മുടെ കേരളം നേരിടുന്ന വലിയൊരു അപച്യുതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസത്തിൽ ഞാൻ പഠിച്ചിട്ടുള്ള കമ്മ്യൂണിസത്തിൽ നേതാക്കന്മാരില്ല, തുല്യരാണ്. സന്ദേശം എന്ന സിനിമയിൽ ശങ്കരാടിയെ കൊണ്ട് അത് പറയിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരുമിച്ചിരുന്ന് ബീഡി വലിക്കുന്നതും പരിപ്പുവട കഴിക്കുന്നതും കട്ടൻ ചായ കഴിക്കുന്നതും കമ്മ്യൂണിസത്തിൽ നേതാക്കന്മാരും കാര്യങ്ങളും ഉൾപാർട്ടി ജനാധിപത്യം ഏറ്റവും കൂടുതൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൊരു പാർട്ടിയിൽ പിണറായി സ്തുതി ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കൊക്കെ അസഹിഷ്ണുത തോന്നും വിധത്തിൽ, അസ്വസ്ഥത തോന്നും വിധത്തിലുള്ള പിണറായി സ്തുതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദയസൂര്യനാണ്, അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് പോലും പവിത്രമായിട്ട് എടുത്തു വെക്കണം, അദ്ദേഹം യാത്ര ചെയ്ത ബസ്സിലെ ക്ലോസറ്റ് കൊണ്ടുപോയിട്ട് മ്യൂസിയത്തിൽ വെക്കണം, അദ്ദേഹത്തോട് അടുത്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഇത് കമ്മ്യൂണിസത്തിന് ചേർന്നിട്ടുള്ള കാര്യമാണോ ഇവർ ചെയ്യുന്നത്? ഇനിയിപ്പോൾ BJPയുടെയോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെയോ ആഭിമുഖ്യത്തിൽ മനഃപൂർവ്വം നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു വ്യക്തി ആരാധന നടത്താമെങ്കിൽ ഇത് സംഘപരിവാറിൻ്റെ അവകാശങ്ങളിലൊന്നാണ്. അതും താങ്കൾ പറഞ്ഞത് പ്രകാരം അവിടുത്തെ സ്കൂളുകാർ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങളൊക്കെ നാളെ വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ കാല് കഴുകണമെന്ന് പറയാത്തിടത്തോളം കാലം ഈ ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ ഒരു മതസ്പർദ്ധ വളർത്താനും അത്തരത്തിലൂടെ നമുക്ക് പറയില്ലേ കുറച്ച് വോട്ട് നേടാമെന്നുമാണ് CPM എന്ന് പറയുന്ന പാർട്ടി ധരിക്കുന്നതെങ്കിൽ അതവർക്ക് തെറ്റിപ്പോയി. കാരണം ഈ പരിപ്പ് ദീസ് ഡാൾ നോട്ട് കുക്ക്ഡ് ഹിയർ എന്ന് പറഞ്ഞതുപോലെ ഈ പരിപ്പ് കേരളത്തിൽ മണ്ണിൽ വെവില്ല. കാരണം ഇന്ന് എന്നോട് ഈ വിഷയത്തെക്കുറിച്ചിട്ട് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുള്ള എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുള്ളവരിൽ ഭൂരിഭാഗവും CPMൻ്റെ പ്രവർത്തകരും CPMൻ്റെ ഉന്നതരായിട്ടുള്ള ഒരു പ്രാദേശിക തലത്തിൽ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരുമാണെന്നുള്ളൊരു സത്യം CPM തിരിച്ചറിയാതെ പോകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ബാലിശമായിട്ടുള്ള ചിന്താഗതിയിലൂടെ അവർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരിപ്പോൾ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ആദരിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നടന്ന ഏറ്റവും ക്രൂരമായ 2 കൊലപാതകങ്ങളാണ് ജയകൃഷ്ണൻ മാസ്റ്റർ വധത്തിലെ പ്രതിയെ ഇപ്പോൾ എനിക്കറിയില്ല കേട്ടോ അനിൽ നമ്പ്യാർ, ഞാൻ ഉറപ്പ് പറയുന്നില്ല. ആ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് അദ്ദേഹമാണ് എന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ വീഡിയോകൾ പ്രചരിക്കുന്നു. അദ്ദേഹം ഈ PTA പ്രസിഡന്റ് എന്ന നിലയ്ക്കുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് സന്ദേശമാണ്
ആ ഇത്രയും കൊച്ചുകുട്ടികളുടെ എന്നെ അന്ന് സത്യത്തിൽ പറഞ്ഞാൽ CPM-ഉമായിട്ട് ഒട്ടി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരുപാട് CPM-ൻ്റെ അനുകൂലികളെ CPM-ൽ നിന്നും അകറ്റിയിട്ടുള്ളൊരു കൊലപാതകമാണ് ജയകൃഷ്ണൻ മാസ്റ്ററുടെ വധം. കാരണം ജയകൃഷ്ണൻ മാസ്റ്ററെ കൊല്ലാൻ അവർക്ക് ഒരുപാട് വഴികളുണ്ടായിരുന്നു. ജയകൃഷ്ണൻ മാസ്റ്ററെ ഇല്ലാതാക്കിക്കൊണ്ട് നാളെ ഈ കമ്മ്യൂണിസം കേരളത്തിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ജയകൃഷ്ണൻ മാസ്റ്ററെ കൊല്ലാൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖത്ത് ചോര തെറിക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തെ കഷ്ണമാക്കിയിട്ടുള്ള ഒരവസ്ഥയിൽ ഇന്നിപ്പോൾ ഈ നടന്നിട്ടുള്ളത് അതിൻ്റെ ഒന്നും അത്രയൊന്നും ക്രൂരതയുടെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്യുന്ന CPM എന്ന് പറയുന്ന പാർട്ടി ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം, അടുത്ത പ്രാവശ്യവും ഇവർ തന്നെയാണ് അധികാരത്തിൽ കയറാനുള്ള സാധ്യത. ഞാൻ എന്ത് സർവേ ഉണ്ടെങ്കിലും എൻ്റെ ഇതിൽ അധികാരത്തിൽ, പക്ഷേ ആ അധികാരത്തിൽ കയറല് CPM-നെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ അധികാരത്തിൽ കയറലായിരിക്കും. കാരണം ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാത്തതിന് 20 കൊല്ലങ്ങൾക്ക് ശേഷം വിലപിക്കുന്ന നിങ്ങൾ കേരളത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തരി പോലും കണ്ടെത്താനില്ല എന്ന് ഒരു 2035 വിളിച്ചു പറയാനുള്ള പ്രവണത ജനങ്ങളിലേക്ക് എത്തിക്കാനേ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കൊണ്ട് കുട്ടികൾക്ക് സാരോപദേശം നൽകാനും അവർക്ക് ഇൻസ്പിറേഷൻ നൽകി പാട്ട് പാടാനൊക്കെ ഉള്ള അവസരം കൊടുക്കുന്നതിലൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ശ്രീ അനിൽ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, തലശ്ശേരിയിലെ BJP പ്രവർത്തകൻ നിഖിലിനെ കൊന്ന കേസിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ഈ ടെൻഷൻ ശ്രീജിത്ത്, നല്ല പേര്, പരോളിൽ ഇറങ്ങിയ സമയത്താണ് ഈ പരിപാടി പങ്കെടുത്തത്. മാത്രമല്ല, തീർന്നില്ല. കുന്നോത്തുപറമ്പിലെ BJP പ്രവർത്തകൻ KC രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 4ാം പ്രതിയാണ് CPM ക്രിമിനൽ സംഘത്തിൽ ഉൾപ്പെട്ട ശ്രീജിത്ത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ നാദാപുരത്തെ അസ്ലമിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. അതായത് ഇയാൾ ഒരുപക്ഷെ ജയിലിടിഞ്ഞ് വീണാലും പുറത്തു വരാൻ സാധ്യതയില്ല. കാരണം ഇത് ജീവപര്യന്ത കഠിന തടവാണ്. ഇനിയിപ്പോൾ 2 കേസുകളിൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ താങ്കൾക്ക്. പിന്നെ പിണറായി വിജയൻ തുടർന്നും ഭരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പരോളിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ ഷെറിൻ്റെ കാരണവർ കൊലക്കേസിൽ ജീവപര്യന്ത തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞതാണല്ലോ. സൗന്ദര്യം ഉണ്ടെങ്കിലും പുറത്തിറങ്ങാം സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പോൾ നോക്കൂ, ആ മനുഷ്യനാണ് സ്നേഹഗാഥയെക്കുറിച്ച് പാടുന്നത്. ആ തുടക്കം താങ്കൾ കേട്ടോ, ആ പാട്ടിന്റെ സ്നേഹഗാഥ. ഇഷ്ടം അസഹ്യമാണ്. അസഹ്യമായ സാംസ്കാരിക ച്യുതിയുടെ ഏറ്റവും പുതിയ നിദർശനമാണ് ഈ CPM-ഉം അതുപോലെ SFI-യും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ നമുക്ക് പറ്റുന്നൊരു പ്രശ്നം, കാഡർ സ്വഭാവമുള്ള 2 പ്രസ്ഥാനങ്ങളാണ് RSS-ഉം CPM-ഉം. രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഈ കാഡർ സ്വഭാവമുള്ള, അതായത് ഈ അണികളെ വളരെ കൃത്യമായി ഡിസിപ്ലിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ്. അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനമാണ് CPM. അപ്പൊ ഈ കാഡർ സ്വഭാവമുള്ള പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അണികൾ അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ പോയില്ലെങ്കിൽ അണികൾ ചോർന്നു പോകും എന്നുള്ളതാണ്. RSS കേരളത്തിൽ, ഞാൻ കേരളത്തിൽ മാത്രം കാര്യമാണ് പറയുന്നത്, കേരളത്തിൽ നേരിടുന്നത് സംസ്കാരം എന്തെന്ന് പോലും അറിയാത്ത ഒരു പ്രസ്ഥാനമായ CPM-നോടാണ്. RSS-ന് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ ഒക്കെ ഉള്ള രീതിയല്ല കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ നമുക്കറിയാം 1975-ന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്രയധികം രക്തരൂഷിതമായ കൊലപാതകങ്ങൾ ഒരു പക്ഷേ ഈ ഭാരതത്തിൽ മറ്റൊരു ദേശത്തും നടന്നിരിക്കില്ല. ബംഗാൾ ഒഴികെ. ബംഗാളിലുണ്ട്, പക്ഷേ ഏകപക്ഷീയമാണ്. ബംഗാളിൽ RSS-ഉമായിട്ടുള്ള ടെൻഷൻ ആയിരുന്നില്ല. ഇപ്പൊ കേരളത്തിൽ CPIM എന്ന പാർട്ടി വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നതിൽ, ഇത് എൻ്റെ ഒരു സ്വതന്ത്രമായ നിരീക്ഷണമാണ്, കാഡർ സ്വഭാവമുള്ള പാർട്ടികൾ തമ്മിലുള്ള ഒരു രഹസ്യ വീഴ്ചയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ ഒരു കാരണവശാലും പിണറായി വിജയനെ പോലെ ഒരു അധമനായ മുഖ്യമന്ത്രി പല തവണ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. സ്പ്രിംഗ്ലർ അഴിമതി, ലൈഫ് മിഷൻ അഴിമതി, മകൾക്ക് കമ്പനി ഉണ്ടാക്കി കൊടുത്ത അഴിമതി, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര അഴിമതി വളരെയധികം ഇങ്ങനെ കേരളത്തിൽ ഉയർന്നു കേട്ടിട്ടും ഇപ്പൊ പിണറായി വിജയൻ താഴെ പോകുമെന്ന് നമ്മളെല്ലാം പ്രത്യാശിച്ചിട്ടും അദ്ദേഹം ഇങ്ങനെ തുടരുന്നതിനും അപ്രതിരോധ്യനായി തുടരുന്നതിനും അദ്ദേഹം തീരെ കുലുങ്ങാതെ മുന്നോട്ട് പോകുന്നതിലും കാഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് ഉള്ള പങ്ക് ചെറുതല്ലെന്നാണ് എൻ്റെ ഒരു വിശകലനം. അതിന് എന്ത് വിരോധം തോന്നിയാലും ഞാൻ അത് തുറന്നു പറയും. അപ്പൊ അടുത്ത തവണ അദ്ദേഹം തന്നെ വരും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? മികച്ച രാഷ്ട്രീയ ഭരണം കാഴ്ചവെച്ചതുകൊണ്ടാണോ പിണറായി വിജയൻ ഇനിയും അധികാരത്തിൽ വരുന്നത് നമ്മൾ പറയുന്നത്? അല്ലെങ്കിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്തിയതുകൊണ്ടാണോ? അല്ലെങ്കിൽ പൊതുജീവിതം ക്രമസമാധാനം വളരെ സ്തുത്യർഹമാം വിധം നന്നായതുകൊണ്ടാണോ പിണറായി വിജയൻ വീണ്ടും വരുമെന്ന്
ഈ പറയുന്നത് കേവലം രാഷ്ട്രീയമാണ്. അതായത് കോൺഗ്രസ് എന്ന ദുഷ്ടലാക്കുള്ള കോൺഗ്രസ് എന്ന മുസ്ലിം പാർട്ടിയുമായിട്ടുള്ള ഹിന്ദുക്കളുടെ അടിസ്ഥാനപരമായ ടെൻഷനാണ് സത്യത്തിൽ ഇവിടെ നമ്മൾ കാണുന്നത്. കാരണം 100% കോൺഗ്രസ് മുസ്ലിം പ്രീണനത്തിലേക്ക് വീഴുകയും, അത് ഇപ്പൊ മാത്രമല്ല നെഹ്റുവിന്റെ കാലം മുതലേ ഹിന്ദുക്കളെ കണക്കെട്ട് ദ്രോഹിക്കുകയും ചെയ്തതിലൂടെ കോൺഗ്രസിന്റെ നാശമാണ് ഹിന്ദുക്കളുടെ മുക്തി എന്നൊരു ധാരണ, അത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കേണ്ടതാണ്. കോൺഗ്രസിന്റെ നാശമാണ് ഹിന്ദുക്കളുടെ മുക്തി എന്നൊരു ധാരണ നമ്മിൽ പലർക്കും രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഉണ്ട്. പക്ഷെ CPM അത്ര എളുപ്പത്തിൽ ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ബംഗാളിലെ ശൈലി അല്ല അവരിവിടെ കേരളത്തിൽ പ്രയോഗിക്കുന്നത്. ബംഗാളിൽ കാടടച്ച് യാതൊരു തത്വവും പ്രസംഗിക്കാത്ത അടിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വശത്ത് സാംസ്കാരിക നായകർ എന്നൊരു വർഗത്തെ സൃഷ്ടിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യുന്ന എല്ലാ തോന്നിയവാസത്തിനും കവർ ഫയർ കൊടുപ്പിക്കുക, അതിനെ ന്യായീകരിപ്പിക്കുക എന്നൊരു പരിപാടി കാലങ്ങളായിട്ട് അരങ്ങേറി വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ കൂലി തൊഴിലാളിയാണ് സച്ചിദാനന്ദനും മറ്റും. അപ്പൊ ഇങ്ങനെ കേരളത്തിന്റെ മസ്തിഷ്കത്തിൽ വലിയൊരു ശതമാനം ജനങ്ങളിലേക്കും CPM പാവപ്പെട്ടവരുടെ പാർട്ടിയാണ്, CPM പോരാട്ടങ്ങളിലൂടെയാണ് ഇവിടെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും നിലനിൽക്കുന്നത് എന്നൊക്കെയുള്ളൊരു മിഥ്യാധാരണ സൃഷ്ടിക്കുന്നതിൽ CPM ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ടെന്നുള്ള തെളിവാണ് ഇവരുടെ വീണ്ടും വീണ്ടുമുള്ള അധികാരത്തിലേക്കുള്ള വരവ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ പ്രസ്തുത വിഷയത്തിൽ സ്കൂളിൽ കുട്ടികള് അധ്യാപകരുടെ പാദപൂജ നടത്തി പാദം കഴുകിച്ചു എന്നുള്ള ഒരു വലിയ അക്ഷന്തവ്യമായ അപരാധമായിട്ട് അവതരിപ്പിക്കുകയാണ് SFIയും CPM. അപ്പൊ എന്റെ ഒരു ചോദ്യം, ഇതിനൊക്കെ നമുക്ക് തടയിടാമായിരുന്നു. എങ്ങനെ? ഈ സ്പ്രിംഗ്ലർ വിവാദം വന്നപ്പോൾ ED വന്നിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ വരെ റെയ്ഡ് നടത്തിയ സമയത്ത് പിണറായി വിജയനെ കേവലം 1 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ, എന്റെ ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക്, രാജ്യത്ത് വോട്ടവകാശമുള്ള സാധാരണ പൗരൻ എന്ന നിലയ്ക്കുള്ള ചോദ്യമാണ്, പിണറായി വിജയനെതിരെ ഉയർന്ന അത്ര അഴിമതി ആരോപണം ഈ രാജ്യത്ത് വേറെ ആർക്കെതിരെ ഉയർന്നിട്ടില്ല. അത്രയധികം തെളിവ് സഹിതം സ്പ്രിംഗ്ലറും ലൈഫ് മിഷനും ഒക്കെ, അതുപോലെ സ്വർണ്ണക്കടത്ത്, ഈ പിന്നെ ഖുറാന്റെ ഉള്ളിൽ സ്വർണം കടത്തിയ കേസ്, ഇങ്ങനെ അനേകം കേസുകളിലൊക്കെ പിണറായി വിജയൻ രഹസ്യമായും പരസ്യമായും ഇടപെട്ടിട്ടുള്ള ഒരു ബോധ്യം ജനങ്ങളിൽ ഉണ്ടായിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി 1 മണിക്കൂർ മതി, വെറും 1 മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നില്ല. ഒരിക്കലും പിണറായി വിജയൻ പിന്നീട് ഭരണത്തിൽ വരുമായിരുന്നില്ല എന്നാണ് എന്റെ ഉത്തമ ബോധ്യം. ഞാൻ തെറ്റാണ് പറ്റിയതെങ്കിൽ അനിൽജി എന്നെ തിരുത്തണം, ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ പൊതുബോധത്തിലേക്ക് സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്, പലരും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതെ, അതായത് പൊതുബോധത്തിലേക്ക് പിണറായി വിജയൻ അജയ്യനാണെന്നൊരു ബോധം കടത്തിവിടുന്നതിൽ എതിർ പാർട്ടികൾക്കും വലിയൊരു പങ്കില്ലേ എന്നാണ് എന്റെ ചോദ്യം. അതായത് പിണറായി വിജയൻ എന്തൊക്കെ ചെയ്താലും ഇനിയും ഭരണത്തിൽ വരും എന്നൊരു അജണ്ട CPM കാഡേഴ്സ് അല്ല അഴിച്ചുവിടുന്നത്. BJPയിലുള്ള പലരും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് എന്റെ അഭിപ്രായം. BJPയോട് അനുകൂലം നിൽക്കുന്ന പലരും രഹസ്യമായും പരസ്യമായും പറയുന്നു ഇനി പിണറായിയെ വരൂ എന്ന്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്? ക്രമസമാധാനത്തിന്റെ മികച്ച പാലനം കൊണ്ടാണോ, അതോ സ്ത്രീകളുടെ സുരക്ഷയാണോ, അതോ കുട്ടികളുടെ സുരക്ഷയാണോ, അതോ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതാണോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടെ കൃത്യമായിട്ട് അന്തഃപുരത്തിൽ ചെയ്യേണ്ട ചർച്ചയൊക്കെ ചെയ്ത ശേഷം പുറത്തു വന്നിരുന്നിട്ട് CPM കരാള ഹസ്തമാണ്, CPM തെമ്മാടി രാഷ്ട്രീയമാണ് പറയുന്നത്, CPMനെ പോലെ നശിച്ച പാർട്ടിയില്ലെന്ന് ഇങ്ങനെ പുറത്ത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് കാര്യമില്ല. പോളിസി മേക്കിങ്ങിലാണ് വിജയവും പരാജയവും നിശ്ചയിക്കപ്പെടുന്നത്. എന്നെയും താങ്കളെയും പോലെയുള്ള സാധാരണ പൗരന്മാരുടെ ആശങ്ക അതല്ല. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താവും? അത് ഞാൻ വളരെ കൺസേൺഡ് ആണ്. വിശ്വാസികൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവരുമോ? അപ്പൊ ഒരു ടെൻഷനെ 10 മടങ്ങായിട്ട് അത് പൊട്ടുന്ന വരെയും ഉയർത്തി കൊണ്ടുവന്നിട്ട് ജനതയെ മടുപ്പിച്ചിട്ട് CPMനെ ഒഴിവാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിൽ ആരോ ലാഭം കൊയ്യാൻ കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ ഒരു 15-20 വർഷം കൊണ്ട് ഹിന്ദു സമാജത്തിന് ഉണ്ടാവുന്ന നഷ്ടമോ കോട്ടമോ ഇവർക്ക് വിഷയമല്ല. മരുന്ന് വെക്കേണ്ട സമയത്ത് മരുന്ന് വെക്കാതെ അതങ്ങ് മുറിവങ്ങോട്ട് പഴുക്കട്ടെ, കാല് മുറിക്കുന്ന ഭാഗത്തേക്ക് എത്തട്ടെ, അപ്പൊ നമ്മൾ വരാം എന്ന് പറയുന്നത് സ്വന്തം ജനതയോട് കാണിക്കുന്ന ക്രൗര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞ 2016 ജനുവരിയിലാണ് വിദ്യാഭ്യാസ വിചക്ഷണനും ബഹുഭാഷാ പണ്ഡിതനും ലോകരാജ്യങ്ങളിലെല്ലാം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള അഫയേഴ്സിലൊക്കെ ഇടപെട്ടിട്ടുള്ള നയതന്ത്ര വിദഗ്ധനായ TP ശ്രീനിവാസനെ SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശരത്ത് എന്ന് പറയുന്ന നരാധമൻ, എംബോക്കി പയ്യൻ, അങ്ങനെ പറയണം, നരാധമൻ എന്നും പറഞ്ഞാൽ പോരാ, ശരത്ത് എന്ന് പറഞ്ഞൊരു എംബോക്കി പയ്യൻ നടു റോഡിലിട്ടിട്ട് ആ കരണത്തടിച്ച് നിലത്ത് വീഴ്ത്തിയത്. TP ശ്രീനിവാസന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ശരത്തിനെ തുലാഭാരം നടത്താം.
അത്രയും മഹാനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ റോഡിലിട്ട് അടിച്ച് താഴത്തിട്ടിട്ട് നെക്സ്റ്റ് ടേമിൽ ആരെയാണ് നമ്മൾ ഇലക്ട് ചെയ്തത്? ഇതേ പിണറായി വിജയനെയാണ്. TP ശ്രീനിവാസനുണ്ടായ അപമാനം, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ശാരീരിക പീഡ, മാനസികമായ വ്യഥ, വിദ്യാഭ്യാസ രംഗത്തിനുണ്ടായ വ്യഥ, അതിന് ആരുത്തരവാദിത്വം പറയും? അപ്പൊ കാഡറാണെങ്കിൽ തിരിച്ചടിക്കണം. ഒരു വലിയ ഹോട്ടലിൽ നല്ല ഏലക്കായിട്ട ചായയും കശുവണ്ടി പരിപ്പും ഇട്ടിട്ട് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നിങ്ങൾ ബായ് ആയി എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം ഹിന്ദുക്കൾ എന്ത് ചെയ്യുമ്പോഴും അതിനെ വളരെ മോശമായിട്ട് ക്യാമ്പയിൻ കൊണ്ട് നശിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയുടെ ഗ്രേഡ് നോക്കൂ നിങ്ങൾ. അപ്പോ ഹിന്ദുക്കൾ അവരുടെ സ്വകാര്യ വിദ്യാലയങ്ങളിൽ പോലും അവരുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ മതപരമായ ആചരണങ്ങൾ ചെയ്യരുതെന്ന് ശഠിക്കുന്ന താലിബാൻ മോഡലല്ലേ ഇവിടെ ഇറക്കുന്നത്. ഇതിന് നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അതായത് അവർ ചെയ്യുന്നത്, അവർ ജിഹാദികളുടെ പണം വാങ്ങിയിട്ട് ഒരു തരത്തിലും ഹൈന്ദവമായ ഒരു ബിംബത്തെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നടേശൻ മാഷ് ജോലി ചെയ്യുന്ന കോളേജിന്റെ മുമ്പിലെ ശങ്കരാചാര്യരുടെ പ്രതിമയുടെ അവസ്ഥ എന്താണ്? ശങ്കരാചാര്യരുടെ പ്രതിമ കാണാത്ത രീതിയിൽ ചുവന്ന കോണകം കൊണ്ട് മറച്ചിരിക്കുകയാണ്. അരിവാൾ അടയാളപ്പെടുത്തിയ ചുവന്ന കോണകം എന്നേ ഞാൻ വിളിക്കുള്ളൂ ആ പാർട്ടിയുടെ കൊടിയെ. അത്ര അധമന്മാരാണ് അവര്. ഈ രാജ്യത്തിന്റെ ദാർശനിക ഭൂമികയിൽ ഏറ്റവും മഹത്തായ ഒരു ഗിരി ആണ് ആര്? ശങ്കരാചാര്യ സ്വാമികൾ. ഹിമാലയ തുല്യം മഹത്വമുള്ള ആള്. ആ ശങ്കരാചാര്യ സ്വാമികളുടെ പേരിലുള്ള യൂണിവേഴ്സിറ്റിയിൽ പോലും കോളേജിൽ പോലും സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തരുത്, വിഗ്രഹം വെക്കരുത്, ആ വിഗ്രഹം വെച്ചാൽ അതിനെ ഞങ്ങൾ കൊടി കൊണ്ട് മറക്കൂ എന്ന് പറയുന്ന ധാർഷ്ട്യത്തെയാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അവർ കാടർ സ്വഭാവത്തോടുകൂടി പെരുമാറുകയാണ്, അവർ കാടൻ സ്വഭാവത്തോടുകൂടി പെരുമാറുകയാണ്. നമ്മളോ രഘുപതി രാഘവ രാജാറാം, നമ്മൾ ഗാന്ധിയൻ മാർഗം പിന്തുടരുകയും അവർ അടുത്ത തവണ വരട്ടെ, അതിന്റെ അടുത്ത തവണ വരട്ടെ, അപ്പൊ ഹിന്ദുക്കൾ നശിച്ച് മടുത്തിട്ട് ഇവരെ ഒഴിവാക്കിക്കോളും എന്ന മണ്ടും സിദ്ധാന്തം കൊണ്ട് നടക്കുകയാണ്. CPM രാഷ്ട്രീയമായി സംഘടിച്ച് വലിയ ശക്തിയായി തീരുകയാണ്. ഓരോ ഇലക്ഷൻ ജയിക്കുമ്പോഴും അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംവിധാനമാണ്. അതുകൊണ്ടാണ് കരുവന്നൂർ ബാങ്കില് അവനവനിട്ട പണം ചോദിച്ച ഫിലോമിന എന്ന സ്ത്രീക്ക് രോഗം മൂർച്ഛിച്ച് അവർ മരിക്കാനിടയായത്. അവർക്ക് ഒരു തുണ്ട് പൈസ, ഒരു 5 പൈസ പോലും കൊടുക്കാതിരുന്നതും ഈ ധാർഷ്ട്യമാണ്. ഈ ധാർഷ്ട്യം വളർന്നു വരുമ്പോൾ ഇല്ലാതാവുന്നത് സാംസ്കാരിക പശ്ചാത്തലവും നിലപാട് തറകളുമാണ്. അവർ അടുത്ത തവണ വന്നോട്ടെ എന്ന് പറയുന്ന രാഷ്ട്രീയം എനിക്ക് മനസ്സിലാവുന്നേയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഉത്തരേന്ത്യയിൽ പയറ്റുന്ന രീതിയല്ല കേരളത്തിൽ വേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇതൊന്നും പറയാൻ മാത്രമുള്ള ആളല്ല ഞാൻ, അവരുടെ ഇഷ്ടപ്പെട്ട ആളുമല്ല. എങ്കിലും പറയാതിരിക്കാൻ വയ്യ, പിണറായി വിജയനോടും അവരുടെ പാർട്ടിയോടും നമ്മൾ എടുക്കുന്ന രീതികൾ ഒട്ടും പര്യാപ്തമല്ല. നമ്മൾ അവിടെയൊക്കെ പ്രതിഷേധം പറയുന്നുണ്ടെങ്കിലും പര്യാപ്തമല്ല. ഇതല്ല ചെയ്യേണ്ടത്. നമ്മൾ ആ കാഡർ സ്വഭാവം ഇറക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്ത് അടിക്ക് തിരിച്ചടി എന്ന രീതി കിട്ടുമ്പോൾ മാത്രമേ CPM പഠിക്കുകയുള്ളൂ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഈ എന്തിനു വേണ്ടിയാണോ TP ശ്രീനിവാസൻ സാറിനെ അടിച്ചത്? എന്തിനായിരുന്നു? യൂണിവേഴ്സിറ്റീസിന്റെ പ്രൈവറ്റൈസേഷൻ, വിദേശത്തുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിന് എതിരായിരുന്നു SFI എന്ന്, അല്ലെ? CPM ഔദ്യോഗികമായിട്ടായിരുന്നു. ഇപ്പോൾ ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തിൽ എന്താ നടന്നത്? വിദേശ സർവകലാശാലകളെ നമ്മൾ ഇവിടേക്ക് ചായക്കോപ്പയും സൽക്കാരവും നടത്തി വിളിച്ചു വരുത്തുകയല്ലേ ഇതേ പാർട്ടി. അതായത് പ്രത്യേകിച്ച് യാതൊരു സാംസ്കാരിക പശ്ചാത്തലവും ഇല്ലാത്ത, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ എന്താണ്, ബഹുപിതൃജാതന്മാരുടെ സ്വഭാവം കാണിക്കുന്ന, അത് VS-ന്റെ ഭാഷയാണ് കേട്ടോ, പിതൃശൂന്യന്മാരെന്നുള്ള ഭാഷ, സ്വരാജിനെതിരെ പ്രയോഗിച്ച VS-ന്റെ ഭാഷ. പണ്ട് എന്തിനെതിരെയൊക്കെ സമരം നടത്തിയോ അതെല്ലാം ഇപ്പം വളരെ കൂളായി അവർ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമുക്കറിയാലോ, പുഷ്പനെ അറിയാമോ എന്ന് പാടി നടന്നു. അതിന് ആധാരമായിട്ട് എത്രയാ 5 ചെറുപ്പക്കാരെയല്ലേ കൊലക്ക് കൊടുത്തത്? അല്ല, പുഷ്പനെ അറിയാമോന്ന് പാടിയത് പോട്ടെ, ആ പുഷ്പൻ എന്തിനു വേണ്ടി മരിച്ചു? ആ കോസ് വീണ്ടും തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോ സത്യം പറഞ്ഞാൽ ചെകുത്താന്റെ വേല ചെയ്യുന്ന ഒരു കുട്ടി ചെകുത്താനാണ് ഈ CPIM. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ ചിലർ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഇവരിലൂടെ കാര്യങ്ങൾ സമർത്ഥമായി നേടിയെടുക്കാം, ഇവർ പുറമേ പറയുന്ന കമ്മ്യൂണിസം മാത്രമേ ഉള്ളൂ തിരിച്ചറിഞ്ഞ ഏതോ വലിയൊരു കച്ചവടക്കാരന്റെ ആസൂത്രണമാണോ കേരളത്തിൽ നടക്കുന്നത് എന്നും എനിക്ക് സംശയമുണ്ട്. കാരണം ജനതയെ, അവർക്ക് എന്ത് സഫറിങ് ഉണ്ടായിക്കോട്ടെ, ശബരിമലയില് കൊച്ചു പെൺകുട്ടികൾക്കും അച്ഛനും വിരിവെക്കാൻ, മാളികപ്പുറങ്ങൾക്കും അയ്യപ്പന്മാർക്കും വിരിവെക്കാൻ സമ്മതിക്കാതെ അവിടെ ഫയർഫോഴ്സിനെ കൊണ്ട് വെള്ളം തെളിച്ച് അവിടെ കിടക്കാൻ സമ്മതിക്കാത്തത് മുതലുള്ള യതീഷ് ചന്ദ്രയെ കൊണ്ടുള്ള പീഡനം വരെ. ആ യതീഷ് ചന്ദ്രയ്ക്ക് പിന്നീട് കേന്ദ്ര സർക്കാർ ഏറ്റവും നല്ല സർവീസിനുള്ള അവാർഡും കൊടുത്തു അതേ വർഷം.
അപ്പൊ അങ്ങനെ നമ്മളെ വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഈ കാഡർ പാർട്ടികളുടെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അത് തുറന്നു പറയുന്നതിൽ എനിക്ക് അതൊരു വിഷമമാണ്. രണ്ടാമത്, നമ്മുടെ സരസു ടീച്ചർ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് 23 വർഷം അവർ അവിടെ കോളേജിൽ പഠിപ്പിച്ച ടീച്ചറാണ്. ആ ടീച്ചർ റിട്ടയർ ചെയ്യുന്ന മാർച്ച് 31 2016 തന്നെയെന്നു അതും അല്ലെ. മാർച്ച് 31 ഇവരെന്ത് ചെയ്തു? SFI ആ ടീച്ചർക്ക് ശവമഞ്ചം അല്ലെങ്കിൽ ശവക്കുഴി ഒരുക്കിയിട്ട് അവിടെ എഴുതി വെച്ചു, ഇത് സരസുവിന്റെ ശവക്കുഴിയാണെന്ന്. അപ്പൊ ഇതിനോട് നമ്മൾ പ്രതികരിച്ചെങ്ങനെയാണ്? മിണ്ടിയില്ല. അതിന് കാരണം നമുക്ക് സാംസ്കാരികമായി ഇപ്പോഴും സച്ചിദാനന്ദനെ പോലെയോ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ പോലെയോ അവരുണ്ടാക്കി വെച്ച ഒരു നിര നമുക്ക് ഇപ്പോഴും ഇല്ല. കാരണം നമ്മളിൽ പലർക്കും പുസ്തകം ചതുർത്ഥിയാണ്. അത് പ്രശ്നം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള സാംസ്കാരിക നിരയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടിയേറ്റിരിക്കുന്നത്. അതായത് സാംസ്കാരികമായ നല്ലൊരു നിരയെ, സമർത്ഥരായ നല്ല വാക്സിദ്ധിയും നല്ല വായനയും ഉള്ള ആളുകളുടെ ഒരു നിരയെ ഉണ്ടാക്കിയെടുത്തിട്ട് അവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഡിഫെൻഡ് ചെയ്യിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതിന്റെ ലക്ഷണമാണത്. അപ്പൊ വാക്കിലും നമ്മൾ പരാജയപ്പെട്ടു, വാളും നമ്മൾ താഴെ വെച്ചു എന്നിരിക്കിൽ വരുന്ന 5 കൊല്ലം കൂടി ഈ ദുഷ്ടന്മാരുടെ ഭരണം വരികയാണെങ്കിൽ എന്തായിരിക്കും കണ്ടറിഞ്ഞാൽ മതി. അപ്പോ ഇന്നത്തെ CPIM-ന്റെ ജനറൽ സെക്രട്ടറി, അതായത് അന്തർദേശീയ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ അന്നത്തെ വാക്കെന്താ? സരസ്വ ടീച്ചർക്ക് ശവമാടം ഒരുക്കിയതിന്റെ പേരിൽ അന്ന് MA ബേബി പറഞ്ഞ വാക്യം എനിക്ക് ഇപ്പോൾ ഓർമ്മയാണ്. അത് കുട്ടികളുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്ന്. SFIയുടെ കുട്ടികളുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ ആയിരുന്നു തങ്ങളെ പഠിപ്പിച്ച ടീച്ചർക്ക് ശവക്കുഴി ഒരുക്കിയെന്നാണ്. അപ്പൊ അധ്യാപകരെ മുഖത്തടിച്ച് നിലത്ത് വീഴ്ത്തുക, അവർക്ക് ശവമഞ്ചം ഒരുക്കുക, ശവക്കുഴി ഒരുക്കുക തുടങ്ങിയ അതെ, അവരുടെ കസേര കത്തിച്ച് കളയുക, അധ്യാപകരെ ഭേദ്യം ചെയ്യുക, അല്ലെങ്കിൽ ചില തെറിവിളിയൊന്നും പറയാൻ വയ്യ. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ അറിയാം എങ്ങനെയാണ് SFI ഖരാബോ ചെയ്യുന്നത് എന്നുള്ളത്. ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാന ഹിന്ദുക്കളുടെ ഒരു ആവശ്യമായ, നമുക്കറിയാലോ, ന ഗുരോരധികം ന ഗുരോരധികം ന ഗുരോരധികം ശിവശാസനത 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 ശിവശാസന. ഇത് പരമശിവന്റെ നമ്മുടെ ഗുരുഗീതയിലുള്ളതാണ്. ഗുരുവിലധികം മറ്റൊന്നുമില്ലെന്നാണ്. മാത്രമല്ല, ഗുരോരംഘ്രി പത്മയെ മനസ്സേന്ന ലഗ്ന, ഗുരുവിന്റെ പാദപത്നത്തിൽ മനസ്സ് ധ്യാനിക്കപ്പെടുന്നില്ലെങ്കിൽ, ഏകാഗ്രമാവുന്നില്ലെങ്കിൽ തന്റെ വെൽത്തും ആരോഗ്യവും പണവും എല്ലാം വെറുതെയാണെന്നാണ് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഗുരുസ്തോത്രങ്ങൾ അനേകമുള്ള ഈ നാട്ടിൽ ഗുരുക്കന്മാരെ പോട്ടെ, വൈദിക പ്രാർത്ഥന സഹനാവവതു സഹനൗഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. പരസ്പരം ചേർന്ന് വിദ്യയുടെ സന്ധിയിലേക്ക് ചേരാൻ വേണ്ടി 2 ഭാഗങ്ങളായി പ്രവർത്തിക്കുന്ന ഈ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഏറ്റവും ഉദാത്ത പ്രതീകമാണ് ഗുരുവിന്റെ പാദ നമസ്കാരം എന്നുള്ളത്. അത് ചെയ്യുന്നതിനെ പോലും എതിർക്കുന്ന ഒരു പാർട്ടിക്കെതിരെ ഫിസിക്കലിയും മെന്റലിയും ഇന്റലക്ച്വലിയും പ്രവർത്തിക്കാൻ കഴിവില്ലാതെ വലതുപക്ഷം നാളെ ഇവർ തന്നെ ഭരണത്തിൽ വരാൻ പോകുന്നത് ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഡിഫൻസ് ഇപ്പോഴേ നിർത്തി വാളൊക്കെ താഴെ വെച്ച് വാക്കും കെട്ടുപോയ നമുക്ക് എന്താണ് ഇനി നാളെ നമ്മുടെ ഭാവി എന്താണെന്ന് കണ്ടറിയണം. ക്ഷേത്രങ്ങളുടെ ഭാവി, ഇതുപോലെയുള്ള സ്വകാര്യ സ്കൂളുകളിൽ പോലും ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്തുകൂടാ ഫത്വയാണ് ഇറക്കിയിരിക്കുന്നത്. ഫത്വ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിയാത്ത ഹിന്ദു സമൂഹത്തെ നോക്കി എനിക്ക് കരയാനേ സാധിക്കുന്നുള്ളൂ. ഗൗരവത്തോടെ ചിന്തിക്കണം. ശ്രീ MK ഹരിദാസിന് 8:10 പോവേണ്ടത് കൊണ്ട് ഞാൻ ഒന്ന് അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ശ്രീ MK ഹരിദാസ്, ഇപ്പോൾ കാസർഗോഡ് ആ സ്കൂളിൽ ഗുരുപൂജ നടന്നപ്പോൾ, പാദപൂജ നടന്ന സമയത്ത് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. ധർമ്മടത്തെ ബാലസംഘത്തിൻ്റെ പരിപാടിയിൽ ഈ CPM ക്രിമിനൽ പങ്കെടുത്തതിലും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കേണ്ടതല്ലേ അല്ലേ? തീർച്ചയായിട്ടും എന്തത്ര സംശയമുള്ളത്. പക്ഷേ എന്ത് ബാലാവകാശ കമ്മീഷൻ എൻ്റെ ശ്രീ അനിൽ നമ്പ്യാർ, അതുമാതിരി തന്നെ എന്ത് മനുഷ്യാവകാശ കമ്മീഷൻ? കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്നു, SFI നേതാവായിരുന്നു ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ മനോജ്, KV മനോജിന്റെ അച്ഛൻ തലശ്ശേരിയിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സഖാവായിരുന്നു. നമ്മുടെ നികുതിപ്പണം കുറേ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ സെറ്റപ്പുകൾക്കപ്പുറം ഞാൻ കഴിഞ്ഞ കുറേ കാലഘട്ടത്തിലൊന്നും ഈ മനുഷ്യാവകാശ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ എന്തെങ്കിലും ഒരു കേസെടുത്തിട്ട് അതിൻ്റെ ഒരു തുമ്പ് അല്ലെങ്കിൽ ഒരു ശിക്ഷ ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്തതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് ആർക്കെതിരെ എന്ത് കേസെടുത്താലും ധൈര്യമായിട്ടിരുന്നോളൂ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ബാലാവകാശ കമ്മീഷൻ എടുക്കുന്ന കേസുകളുടെയൊക്കെ ബലം നമ്മൾക്ക് പിന്നീട് മനസ്സിലായിട്ടുള്ള സ്ഥിതിക്ക് എന്തിനാ അതിൽ ബേജാറാവണം? അതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല. പക്ഷേ ഒരു സാമാന്യ മര്യാദയ്ക്കെങ്കിലും ഒരു ക്രിമിനൽ
കൊച്ചുകുട്ടികൾക്ക് ഇത്തരത്തിൽ ക്ലാസ് എടുക്കാനായാലും പ്രചോദനം നൽകാനായാലും ഇൻസ്പിറേഷൻ ആയിക്കൊണ്ട് ഇത്തരത്തിൽ പാട്ടുപാടലായാലും അതിനെതിരെയും കേസെടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായത്തിൽ എനിക്ക് യാതൊരു വ്യത്യാസവുമില്ല. മറ്റൊരു കാര്യം, ഇവിടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മേൽശാന്തിമാരൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പൂജകൾ കഴിഞ്ഞിട്ട് അത് കീഴ്ശാന്തിമാർക്ക് കൈമാറിക്കൊണ്ട് ഇവർ അവരുടെ വിശ്രമ മുറിയിൽ വിശ്രമിക്കുമ്പോൾ, ശബരിമലയായാലും ഗുരുവായൂരുകാരനായ എനിക്ക് നന്നായിട്ട് അറിയാം, ശബരിമലയിലായാലും നീണ്ട നിര നിന്നിട്ട് അയ്യപ്പ ഭക്തന്മാരായാലും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരായാലും ഈ മേൽശാന്തിമാരുടെ കാല് തൊട്ട് വണങ്ങിയിട്ട് അവിടെ ഒരു ദക്ഷിണയർപ്പിക്കുന്ന ഒരു ചടങ്ങ് അനാദി മധ്യാന്ത കാലം മുതൽ കേരളത്തിലുണ്ട്. ഇന്നും അത് അനസ്യൂദ്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം ഭരണം കയ്യിലുണ്ട് എന്ന് കരുതിയിട്ട് നാളെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ സർക്കാരിനോ CPM-നോ തീട്ടൂരമിറക്കാൻ ധൈര്യമുണ്ടോ? ഈ ചർച്ചയിലൂടെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം അത് ചെയ്യുന്ന ഭക്തന്മാരിൽ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം 50% ഇടതുപക്ഷത്തോടോ CPM-നോടോ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു പുണ്യമാണ്. ഞങ്ങൾ ശബരിമല മല ചവിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയ്യപ്പനെ തൊഴുത് കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഏറ്റവും പാദസേവകരായി ആദ്യം അറിയപ്പെടുന്ന മേൽശാന്തിയുടെ ആയാലും തന്ത്രിയുടെ ആയാലും ഒരു അനുഗ്രഹം വാങ്ങുക, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വളരെ കഷ്ടപ്പെട്ട് മണിക്കൂറുകളോളം ക്യൂ നിന്ന് കഴിഞ്ഞ് അവിടെ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മേൽശാന്തിക്ക് ഒരു ദക്ഷിണ അർപ്പിക്കണം എന്നുള്ളതൊക്കെ ഒരു നാട്ടാചാരവും നടപ്പുമായിട്ട് നടക്കുന്ന ഒരു സംഭവത്തിന് നാളെ ഇവർ തീട്ടൂരമിറക്കുമോ? അല്ലെങ്കിൽ ബാലാവകാശ കമ്മീഷനെ കൊണ്ടോ മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ടോ അവിടെ കുട്ടികളൊക്കെ മേൽശാന്തിയുടെ കാല് തൊട്ട് വണങ്ങുന്നു, അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയുടെ കാല് തൊട്ട് വണങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കേസെടുപ്പിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? അത്തരത്തിൽ ഒരു പ്രവൃത്തി തന്നെയാണ് ഗുരുവന്ദനം എന്ന് പറയുന്നതും കാലെ കഴുകാൻ തയ്യാറായിട്ടുള്ള കുട്ടികളുടെ അവകാശവുമാണ്. ഞാനതിനെതിരാണ്. ഒരു മനുഷ്യജീവനും മറ്റൊരു മനുഷ്യജീവിയുടെ കാല് തൊട്ട് വണങ്ങരുത്, അല്ലെങ്കിൽ കാല് കഴുകരുത് എന്നുള്ള അഭിപ്രായം എനിക്കുള്ളപ്പോൾ തന്നെ അത് ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ നമ്മൾക്ക് എങ്ങനെയാണ് പറ്റില്ല അതിനെതിരെ കേസെടുക്കാനൊക്കെ ഉള്ള അവകാശം സർക്കാരിൻ്റെ ഒരു തീട്ടൂരമായിട്ട് ഇവർ കൊണ്ടു നടക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കാര്യത്തിലൂടെ ഈ കാസർഗോഡ് ഗുരുവന്ദനം നടത്തിയ കുട്ടികൾക്കെതിരെ, അല്ലെങ്കിൽ കുട്ടികളെ അതിന് പ്രേരിപ്പിച്ച അധ്യാപകർക്കെതിരെ കേസെടുക്കാൻ അങ്ങേയറ്റം നമ്മൾ പറഞ്ഞില്ലേ തരം താന്നു പോയൊരു സംസ്കാരത്തിനെ സാധിക്കുള്ളൂ. CPM എന്ന് പറയുന്ന പാർട്ടിയും CPM-നാൽ നയിക്കപ്പെടുന്ന കേരളത്തിലെ സർക്കാരും അങ്ങേയറ്റം തരം താന്നു പോയതിൻ്റെ അവസാനത്തെ ഉദാഹരണമായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് ശ്രീ അനിൽ നമ്പ്യാർ എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ MV നടേശൻ, കാസർഗോഡ് ബന്തെടുക്കയിലെ സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും അരങ്ങേറിയ പാദപൂജ. ഞാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അതിൽ വിശദീകരണം തേടാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളിൽ അടിമത്ത മനോഭാവം വളർത്തുന്ന ഇത്തരം ആചാരങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. മാത്രമല്ല, ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതും പ്രതിഷേധാർഹവുമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഈ ധർമ്മടത്ത് ബാലസംഘത്തിൻ്റെ പരിപാടിയിൽ ഒരു ക്രിമിനലിനെ പങ്കെടുപ്പിച്ചതിന് എന്ത് ന്യായീകരണമായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി നൽകുക? അത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്നതായിട്ടാണോ മനസ്സിലാക്കേണ്ടത്, കാണേണ്ടത്? ഇവിടെ പരിപാടി കഴിഞ്ഞ് CPM-ന്റെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ശ്രീജിയേട്ടൻ സമ്മേളനം ധന്യമാക്കിയെന്ന. അതായത് വളരെ കൃത്യമാണ് അവരുടെ കാര്യങ്ങൾ. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇതൊരു വലിയൊരു അത്ഭുതമായിട്ട് തോന്നില്ല. കാരണം ഈ കവിത കോപ്പി അടിച്ച ആളുകളാണ് കവിത ജഡ്ജ്മെന്റ് നടത്തുന്നത്. PhD കോപ്പി അടിച്ചവരാണ് ഗൈഡുമാരായിട്ടുള്ളത്. അക്രമവും കഞ്ചാവ് കേസിൽ പ്രതിയുമായിട്ടുള്ള പലരുമാണ് പിന്നീട് അധ്യാപന രംഗത്തേക്ക് വലിഞ്ഞു കയറി വരുന്നത്. ഇങ്ങനെ ഏത് നിലയിൽ നമ്മൾ നോക്കിയാലും ഇവരൊക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുകയും സാംസ്കാരിക നായകന്മാരായിട്ട് വിലസുകയും ചെയ്യുന്നു. ഇതൊരു വളരെ പരമമായ ഒരു സത്യമാണ് എന്നിരിക്കെ എല്ലാവരും ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നില്ല. ഈവൻ നമ്മുടെ കൊടിസുനി പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം എൻ്റെ മകനെ
ഇങ്ങനെയുള്ള ക്രിമിനലുകൾ ഒരിക്കലും ഉപദേശിക്കരുത് എന്നാണ് കൊടിസുനി പോലും ആഗ്രഹിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ആത്മാർത്ഥമുള്ള ഏതെങ്കിലും പാരന്റ്സ്, അത് കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ ഏതായിക്കോട്ടെ, അവർക്ക് സ്വന്തം മക്കളെ ഇത്തരത്തിലുള്ള ക്രിമിനലിനെ കൊണ്ട് ഉപദേശിപ്പിക്കണമെന്ന് പറയുന്നവര് തലക്ക് വെളിവുള്ളവരാരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ എന്തുകൊണ്ട് ശിവൻകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്നാണെങ്കിൽ ഒരു ഗതികേടാണ് ഇവർക്കൊക്കെ ഉള്ളത്. കാരണം നേരത്തെ ശ്രീ ഹരിദാസ് പറഞ്ഞതുപോലെ ഇതേ വാക്ക്, ഇതേ ഈ പാദപൂജ ചെയ്യുകയും കാല് കഴുകുകയൊക്കെ ചെയ്യുന്ന ചടങ്ങ് വാസ്തവത്തിൽ ക്രൈസ്തവ സമൂഹത്തിലാണ്. അത് ചൂണ്ടിക്കാണിക്കാനുള്ള നട്ടല്ലില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ ഈ പാദപൂജ എന്ന് പറഞ്ഞ് അവഹേളിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിലും അതെ CPM ആണെങ്കിലും അറിയേണ്ട ഒരു കാര്യം, വിദ്യാഭാരതി എന്ന് പറയുന്ന പ്രസ്ഥാനം 1952 മുതൽ ഇപ്പൊ 10,000-കണക്കിന് വിദ്യാലയങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. അതിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും 1.5 ലക്ഷം അധ്യാപകരുമുണ്ട്. ഇത് കൂടാതെ ഭാരതീയ വിദ്യാഭവൻ, ചിന്മയ മിഷൻ തുടങ്ങി നിരവധിയായ വിദ്യാലയങ്ങൾ. ഈ ഗുരുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്റെ അഹങ്കാരത്തെ ഇല്ലാതെ സമർപ്പിക്കലാണ്. ഇതൊരു സംസ്കാരമാണ്, മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത്. അപ്പൊ എല്ലാ കാലത്തും ഗുരുവിനെ വന്ദിക്കുന്നവരുമുണ്ട്, ഗുരുവിനെ നിന്ദിക്കുന്നവരുമുണ്ട്. ഗുരുവിനെ വന്ദിക്കുന്ന ആളുകൾക്ക് മാതാപിതാ ഗുരു ദൈവം എന്നാണ്. ഗുരുവിനെ നിന്ദിക്കുന്ന ആളുകൾക്ക് കള്ളും കഞ്ചാവും സ്ത്രീ പീഡനവും അക്രമവുമാണ്. ഇതിന്റെ ആളുകളാണ് ഇപ്പൊ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവര് ഓരോ കാര്യം, ഇപ്പൊ രാമായണത്തിനെതിരായിരുന്നു ഈ വിദ്വാന്മാര്. ഇവരുടെ ഉപ്പുപ്പാനായിരുന്ന EMS-ഉം തിരുനെല്ലൂർ കരുണാകരനുമായിരുന്നു മുമ്പിൽ നിന്നത്. ഇന്ന് രാമായണം വായിക്കാത്ത, ചർച്ച ചെയ്യാത്ത ഒരൊറ്റ ക്ഷേത്രങ്ങളില്ല. ഇതുപോലെ തന്നെയാണ് ഗണേശ ഉത്സവമാണെങ്കിലും, അതുപോലെ തന്നെ ഏത് കാര്യം എടുത്താലും ഇവര് തൊട്ടാൽ അത് ഡബിൾ ആയിട്ട് വളർന്നു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് വൈകുന്നേരം നമ്മുടെ വിദ്യാനികേതന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ RV ജയകുമാർ പറഞ്ഞത് കേട്ടു. ഞങ്ങൾക്ക് സന്തോഷമായി ഇങ്ങനൊരു വാക്ക് കേട്ടിട്ട്. അതെന്താ? അത് ഞങ്ങൾ പരസ്യമൊന്നും കൊടുക്കാറില്ല, എന്താണെങ്കിലും ഞങ്ങളുടെ സ്കൂളുകളിൽ ഈ തരത്തിൽ നല്ല കാര്യം ചെയ്യണത് എന്നുള്ള കാര്യം നാട്ടുകാർ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഈ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നാട്ടുകാർ സ്വീകരിക്കുന്നത്. പിന്നെ ഇതിനെ ന്യായീകരിക്കുന്ന ഗതിയില്ലാത്ത ഈ ആടുജീവിതം നയിക്കുന്ന ബുദ്ധിജീവികളുണ്ട്. അവര് മാത്രമേ ഇതിനെ ന്യായീകരിക്കുള്ളൂ. അവർക്കും ന്യായീകരണം മടുത്തത് കൊണ്ട് ഇപ്പൊ CPM പുതിയൊരു പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. 10,000 ബുദ്ധിജീവികളെ വാടകയ്ക്കെടുക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? ഹിന്ദുത്വം സൂക്ഷ്മതലത്തിൽ സമൂഹത്തിലേക്ക് കയറി കിടക്കുന്നു. സൂക്ഷ്മതലത്തിലല്ല, സ്ഥൂലതലത്തിൽ ആയിക്കഴിഞ്ഞിരിക്കുന്നു. എന്തിനാ ഈ സൂക്ഷ്മം? എന്നിട്ട് അതിനെ അടവ് നയങ്ങളിലൂടെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ. എന്താ അടവ് നയം? ക്ഷേത്രങ്ങൾ തകർക്കുക, അതിൽ കയറിക്കൂടുക, പുഷ്പന അറിയാം പാട്ട് പാടുക, അവിടെയല്ല പിണറായി വിജയന് ഗണപതിക്ക് പകരമായിട്ട് പിണറായി വിജയന്റെ പടം വെക്കുക, അതിന് ഓം നമഃശിവായ്ക്ക് പകരം ഇംഗ്ലാ സിന്താവ് പറയുക. ഈ തരത്തിലുള്ള വേഷം കെട്ടിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ 10,000 ബുദ്ധിജീവികൾ. ഈ ബുദ്ധിജീവികൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഒരുപക്ഷെ അവാർഡുകൾ കിട്ടിയേക്കാം. ഇപ്പൊ കുറെ പേർക്ക് അവാർഡ് കിട്ടുന്നത് അങ്ങനെയാണല്ലോ. അവാർഡുകൾ കിട്ടിയേക്കാം, ഇവര് വെച്ച് നീട്ടുന്ന പലതും നിങ്ങൾക്ക് ലഭിച്ചേക്കാം. പക്ഷേ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇത് സത്യത്തിനും ധർമ്മത്തിനും നിരക്കുന്നതാണെന്ന്? ഒരിക്കലുമില്ല. ഇതെല്ലാം നിങ്ങളെ തിരിഞ്ഞു കൊത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ 1995 തൃശ്ശൂരിൽ നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു വലിയൊരു സമ്മേളനം നടത്തി എന്റെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ ഹിന്ദുത്വത്തെ തുടച്ചു മാറ്റുക, അതുപോലെ തന്നെ ഈ സരസ്വതി വിദ്യാലയങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. 95 ഇന്ന് ഈ സരസ്വതി വിദ്യാലയങ്ങൾ ഒന്ന് കേൾക്കണം. അതായത് 20,000-ൽ മേൽ സരസ്വതി വിദ്യാലയങ്ങൾ ഇന്ത്യയിൽ വന്നു. 190 ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിദ്യാഭാരതിയുടെ കീഴിലുണ്ട്. 2 യൂണിവേഴ്സിറ്റികൾ ബാംഗ്ലൂരിലും
ആസാമിലും 2 യൂണിവേഴ്സിറ്റികൾ വന്നിരിക്കുന്നു. ഇതേ സരസ്വതി വിദ്യാലയങ്ങളുടെ ആശയത്തെ പിൻപറ്റിയാണ് ഇന്ന് ഇന്ത്യ മുഴുവനും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് പേര് മാറ്റിയിട്ടാണെങ്കിലും കേരളത്തിലും നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്തെല്ലാം ന്യായീകരണം നടത്തിയാലും ഇതെല്ലാം നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും. സാധാരണ ഇവരെന്ത് ചെയ്താലും ഇപ്പുറത്ത് വളരെ ഉത്സാഹമാണെന്ന് പറഞ്ഞല്ലോ. എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. ക്ഷേത്ര കാര്യങ്ങളും അതെ, ശബരിമല ഇഷ്യൂ ആണെങ്കിലും അതെ, ഇതുപോലെ ഓണമാണെങ്കിലും അതെ. ഇപ്പൊ എല്ലാത്തിലും ആവേശം കൂടി വരികയാണ്. കാരണം എന്താണ്? കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെല്ലാം എതിർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഈ ഗുരുക്കന്മാരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംസ്കാരമാണ്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്നുള്ളതാണ്. അതൊരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം അവര് കുടുംബ വ്യവസ്ഥയ്ക്ക് എതിരാണ്. അത് ബൂർഷ്വ ഒരു പരിപാടിയാണെന്നുള്ളതാണ്. വിവാഹം ബൂർഷ്വ പരിപാടിയാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് ബൂർഷ്വ പരിപാടി. ഇങ്ങനെ എല്ലാത്തിനെയും നിഷേധിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ആളുകൾക്ക് ആകെ അറിയാവുന്നത് പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തകർക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം യാതൊരു കാരണമില്ലാതെ കേരളത്തെ സ്തംഭിപ്പിച്ച് അക്രമം അഴിച്ചുവിട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം കാട്ടിക്കൂട്ടിയത് മുഴുവനും ഈ പറഞ്ഞ ഗുരുവിനെ നിന്ദിക്കുന്ന സംസ്കാരത്തിന്റെ വക്താക്കളാണ്. ദൗർഭാഗ്യവശാൽ ഈ അക്രമകാരികളെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം അധ്യാപകര് എന്താ പറയാ പിൻവാതിലിലൂടെ വന്നു എന്നതാണ് കേരളത്തിന്റെ വലിയ ശാപം. ഈ ശാപം മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ അസുരവിത്തുക്കൾ ഇല്ലാതെ, കുറച്ച് കടുത്ത ഭാഷ തന്നെയാണ്, അസുരവിത്തുക്കൾ ഇല്ലാതായി മാറണം. പിന്നെ ഇവര് വലിയ ജനാധിപത്യം പറയുന്നു, വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്കൂൾ സമയം മാറ്റാൻ പോകുന്നു. എന്തേ മുട്ടിൽ കിടന്ന് ഇഴയാൻ കാരണം എന്താണ്? എന്തേ അവരുടെ മുമ്പിൽ കോടതിയുടെ വിധികളെല്ലാം ചൂണ്ടിക്കാണിച്ച് ബോധിപ്പിക്കാൻ പോകുന്നത് എന്താണ്? മഹാഭൂരിപക്ഷം വരുന്നതായ ഹൈന്ദവ സമൂഹത്തിന്റെ എല്ലാ മാനങ്ങളെയും ചവിട്ടിമെതിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു തിരിച്ചറിവില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം, ഈ കളികളെല്ലാം തന്നെ അത് ഇവരെന്താണോ പറയുന്നത് അതിന് തിരിച്ച് വരും. അണയാൻ പോകുന്ന വിളക്കാണ്, അത് ആളി കത്തിയിരിക്കും. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. നമ്മുടെ വിദ്യാസാഗർജി പറഞ്ഞതുപോലെ അതൊരിക്കലും നിസ്സഹായമായിട്ട് കരുതരുത്. ഇവരെന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അവർക്ക് വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഹൈന്ദവ സമൂഹം വളരെയേറെ മുന്നോട്ട് പോയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇവര് പറയുന്നതിനെ ആരും എന്താ പറയാ പ്രതികരിക്കാൻ ആളില്ല എന്ന രീതിയിലല്ല, തീർച്ചയായിട്ടും പ്രതികരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭാവിയെ ഓർത്തെങ്കിലും എന്നാണ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അഡ്വക്കേറ്റ് ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. CPM എന്നൊക്കെ വിവാദത്തിൽ അകപ്പെടുമ്പോഴും നേതാക്കന്മാരുടെ സ്ഥിരം പല്ലവിയാണ് ഇത്. അതെ, ഈ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഈ പാർട്ടി ഇങ്ങനെയൊക്കെയാണ്. എന്നിരുന്നാലും കുട്ടികളോടെങ്കിലും ഒരു മിനിമം മര്യാദ കാണിക്കേണ്ടതായിരുന്നില്ലേ അഡ്വക്കേറ്റ് അസ്ക? അനന്തര ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി കാണേണ്ടത്, ഇപ്പോ ഗുരുപൂജയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ വന്ദിക്കുന്നതിനെ സംബന്ധിച്ചോ ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. പക്ഷെ പൊതു ഇടങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം നിർബന്ധിത പരിപാടികൾ നടത്തുന്നതിനെ, പാദപൂജ നടത്തുന്നതിനെയാണ് സർക്കാരും ഗവൺമെന്റും ഇടതുപക്ഷവും എതിർത്തത് എന്നത് തിരിച്ചറിയാൻ കഴിയാതെ വരുന്നിടത്താണ് നിങ്ങളുടെ മനോഭാവത്തിന്റെ പ്രശ്നം. അല്ല, വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയല്ല പറഞ്ഞു കേട്ടോ. പാദപൂജ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, ഞാനത് പറയാം. ഏതൊരാൾ അജ്ഞതയിൽ നിന്നൊരു മനുഷ്യനെ വെളിച്ചത്തിലേക്ക് ആ മനുഷ്യൻ ഗുരുവായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത.
BJPയുടെ ജില്ലാ സെക്രട്ടറി ഏത് അജ്ഞതയിൽ നിന്ന് ആ വിദ്യാർത്ഥികളെ വെളിച്ചത്തിലേക്ക് നയിച്ചു എന്ന് എനിക്ക് ഒരു തരത്തിലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാൽ കഴുകിക്കുന്നതാണ് നിങ്ങൾ പറയുന്ന പാദപൂജ അല്ലെങ്കിൽ ഗുരുപൂജ എങ്കിൽ അതിനോട് എനിക്ക് ഒരു തരത്തിലും യോജിക്കാനാവുന്നില്ല. അവിടെയാണ് ഗുരുപൂജയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മറന്നത്. ഡോക്ടർ നടേശൻ നേരത്തെ പറഞ്ഞു വെച്ചു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വളരെ ഭംഗിയായി കാര്യങ്ങൾ പറയുകയും അവസാനം അദ്ദേഹം അപരമത വിദ്വേഷത്തിലേക്ക് എത്തുന്നു. കാരണം ഈ വിദ്യാനികേതന്റെ കീഴിൽ ഇത്രയധികം സ്കൂളുകൾ പ്രവർത്തിക്കുന്നു, നല്ല കാര്യം, സംശയമില്ല കാര്യം. കാരണം ഇന്ത്യയിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ചൂട്ടുപിടിച്ചത് മിഷണറി പ്രവർത്തനം. മിഷണറിമാർ വന്ന് സ്കൂളുകൾ സ്ഥാപിക്കുകയും നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുകയും ലോകത്താകമാനമുള്ള കാര്യങ്ങൾ പഠിക്കാൻ കഴിയുകയും ചെയ്തതിന്റെ ഫലമാണ് ഇന്ത്യയിൽ ആകമാനം വിദ്യാഭ്യാസ വിപ്ലവം നടന്നിട്ടുള്ളത് എന്നുള്ള വസ്തുതയാണ്. ആ വസ്തുത മനസ്സിലാക്കുമ്പോൾ അന്ന് ആ വിദ്യാർത്ഥികളെ മുഴുവൻ ക്രിസ്തുമത വിശ്വാസം പഠിപ്പിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ക്രിസ്തുമതമായിരിക്കും ഒന്നാമത്തെ മതമായി വളരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊരു ജനാധിപത്യ ബോധത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പ്രത്യേകത കൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം കാര്യങ്ങൾ പഠിപ്പിക്കുകയും ആ മതചിട്ടകൾ ഹിന്ദുത്വ അജണ്ടയിലൂടെ ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരം വിമർശനങ്ങൾ ഉയരുന്നത്. വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോ ഭാരതീയ വിദ്യാനികേതൻ നടത്തുന്ന വിദ്യാലയമാണെങ്കിലും അതല്ല ഏതെങ്കിലും സർക്കാർ വിദ്യാലയങ്ങളോ അതിൽ ധാരാളം മതസംഘടനകളും മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ സ്കൂളുകൾ നടത്തുന്നു. ആ സ്കൂളുകളിലൊക്കെ തന്നെ അവരുടെ രാഷ്ട്രീയം പറയുകയും അവരുടെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയോടുള്ള ഏറ്റവും കടുത്ത വിരോധവും ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോ ഗുരുപൂജ എന്ന പേരിൽ ഗുരുപൂർണിമ ദിനത്തിൽ BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാല് കടിയിക്കുക, നിർബന്ധിതമായി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാതെ ആ വിഷയത്തെ താങ്കൾ അങ്ങനെ കാണാതെ നിങ്ങൾ വിശാലമായ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് കാല് കഴിയിച്ചു എന്ന് ഏതെങ്കിലും വിദ്യാർത്ഥി പരാതി തന്നിട്ടുണ്ടോ? ബാലാവകാശ കമ്മീഷൻ കേസെടുക്കാനുള്ള ആധാരം എന്താണ്? എന്തിനാണ് ഒരു ബാലാവകാശം എന്ന് പറയുന്നത്? എന്താ ബാലാവകാശം? അല്ല, അതെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ അവകാശത്തിന് മേൽ കടന്നു കയറുമ്പോൾ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ നിർബന്ധിച്ചെന്തെങ്കിലും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ, അവൻ അതിന് വശംവദനാകുന്നുണ്ടെങ്കിൽ, അവൻ്റെ രക്ഷിതാക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രം ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടാൽ മതിയല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ നിന്ന് വന്നവരല്ലേ. ആ വിദ്യാലയങ്ങളിൽ നിന്ന് പഠിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രൈമറി തലത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അവകാശം പറയാനുള്ള, സ്കൂളുകളിൽ പറയാനുള്ള, ശബ്ദിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഏതെങ്കിലും സ്കൂളിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാവുന്ന കാര്യമല്ലേ. ആ കുട്ടികൾക്ക് ഏതെങ്കിലും പരിഭവമോ പരാതിയോ പറയാൻ കഴിയും. അതുകൊണ്ട് സ്വമേധയാ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. അത് ചെയ്യിക്കാതിരിക്കാനുള്ള വിവേകമല്ലേ നമ്മൾ കാണിക്കേണ്ടത് മുതിർന്നവരെന്ന നിലയിൽ? ഞാൻ ചോദിച്ചത് ബാലാവകാശ കമ്മീഷൻ കേസെടുക്കാനുള്ള ആധാരം എന്താണെന്നാണ്. അല്ല, അതിൽ കുട്ടികളുടെ അവകാശം ലംഘിക്കപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ അഡ്വക്കേറ്റ് അസ്കർ. ഇവിടെ മദ്രസകളിൽ പീഡനം നടക്കുന്നുണ്ടല്ലോ, എത്ര. ഇത് ഇന്നിപ്പോൾ ഒരു മദ്രസ അധ്യാപകനെ 84 വർഷം തടവിനാണ് ശിക്ഷിച്ചിരിക്കുന്നത് എന്ന് വെച്ച് ബാലാവകാശ കമ്മീഷൻ താങ്കൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ സ്വയം ഇടപെടുന്ന ബാലാവകാശ കമ്മീഷൻ ഏതെങ്കിലും ഒരു മദ്രസ അടച്ചു പൂട്ടണം എന്ന് എവിടെയെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ? താങ്കൾ കണ്ടിട്ടുണ്ടോ? അത് ഏതെങ്കിലും ഒരു മദ്രസാധ്യാപകൻ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കുറ്റകൃത്യം ചെയ്തു എങ്കിൽ അത് ആ മദ്രസ അടച്ചുപൂട്ടുന്നതിന് നിദാനമാക്കാൻ കഴിയും. ഇപ്പൊ നിങ്ങളുടെ ഈ പറയുന്ന ഭാരതീയ വിദ്യാനികേതന്റെ സ്കൂളുകൾ അടച്ചുപൂട്ടാനല്ലോ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഞാൻ ചോദിക്കുന്നത് അതാണ്. ഇപ്പോ ബാലാവകാശ കമ്മീഷൻ താങ്കൾ പറഞ്ഞ പോലെ കാസർഗോഡേയും അതുപോലെ മാവേലിക്കരയിലെയും സ്കൂളുകളിൽ ഇതേപോലെ പാദപൂജ നടത്തി. അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടു. അപ്പം ഞാൻ പറയുന്നത് അടച്ചു പൂട്ടണ്ട, നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ബാലാവകാശ കമ്മീഷൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു മദ്രസയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായി താങ്കൾക്കറിയോ? ഏതെങ്കിലും മദ്രസകൾക്കുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെ ലംഘിക്കുക, കുട്ടികളുടെ അവകാശങ്ങളെ ലംഘിക്കപ്പെട്ടാൽ പീഡനത്തിന് ഏത് പരിധിയിൽപ്പെടുത്താം? അതിന് പോലീസല്ലേ ചെയ്യേണ്ടത്? അതിന് വ്യത്യാസമുണ്ട്. പോലീസാണ് അക്കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരം.
അത് ഒരു ഒഫൻസ് ആണ്, പോക്സോ നിയമപ്രകാരമുള്ള കുറ്റകൃത്യമാണ്. അതുകൊണ്ടാണ് പോലീസ് കേസെടുത്തതും ശിക്ഷിച്ചതും കാര്യങ്ങൾ അത് ഞാൻ സമ്മതിക്കുന്നു. ക്രിമിനൽ കേസ് എടുക്കട്ടെ, പോലീസാണ് അത് എടുക്കേണ്ടത്. പക്ഷേ ബാലാവകാശ കമ്മീഷൻ ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മദ്രസയിൽ ബാലാവകാശ കമ്മീഷൻ സന്ദർശിച്ചതായി താങ്കൾക്കറിയാമോ? അല്ല, അനന്തമ്പിയാർ, ഇപ്പോൾ സ്കൂൾ അധ്യാപകര് പോക്സോ കേസിൽ പ്രതിയായ നിരവധി കേസുകൾ നമുക്കറിയാം. എന്നതുകൊണ്ട് ആ സ്കൂളുകളിലാകമാനം ബാലാവകാശ കമ്മീഷൻ പോയി കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ പരാതികൾ വന്നാൽ പരാതികൾ അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് വെളിവാകുന്നത്. ഏതെങ്കിലും ഒരു എനിക്കറിയാവുന്ന സർക്കാർ സ്കൂളിൽ അധ്യാപകൻ പോക്സോ കേസിൽ പ്രതിയായ കേസുകളുണ്ട് എന്നതുകൊണ്ട് ആ സർക്കാർ സ്കൂള് ഉടൻ തന്നെ ബാലാവകാശ കമ്മീഷൻ പോയി പരിശോധിക്കണമെന്നാണോ പറയുന്നത്? സന്ദർശിച്ച് അല്ലെങ്കിൽ റിപ്പോർട്ട് തേടണം. ഏതെങ്കിലും ഇപ്പൊ പൊതുവിദ്യാഭ്യാസ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയല്ലോ. ആ ആർജവം ഞാൻ ഈ പറഞ്ഞ വിദ്യാലയങ്ങളിൽ, മദ്രസകളിൽ ആ ഒരു ആർജവം കാണിക്കാൻ പിന്നെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആരെങ്കിലും ചുമതലപ്പെടുത്തുവോ? മദ്രസകളും കൃത്യമായി സ്ക്രൂട്ടണിക്ക് വിധേയമാകുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. മദ്രസകളിൽ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്നത്. അങ്ങീ പറഞ്ഞ 84 വർഷം ശിക്ഷിക്കപ്പെട്ട മദ്രസ അധ്യാപകനെ ശിക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ. അങ്ങനെ ചെയ്തോ? ആ അധ്യാപകനെ പൊതുമധ്യത്തിൽ നിർത്തി നിയമപരമായ 84 വർഷം ശിക്ഷ മേടിച്ചു കൊടുത്തു. 84 വർഷം ശിക്ഷ മേടിച്ചു കൊടുത്തു. അവിടെയാണ് സർക്കാരിന്റെ ആർജവം എന്ന് പറയുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയാണ്. കം ടു ദ പോയിന്റ്. ഗുണ്ടാപൂജ, CPM ഗുണ്ടാപൂജയാണോ അലങ്കാരമായി കൊണ്ടു നടക്കുന്നത്? ഒരു ഭാഗത്ത് CPMകാർ ഈ പാദപൂജയെ, ഗുരുപൂജയെ എതിർക്കുകയാണ്. മാത്രമല്ല ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഈ ബാലസംഘത്തിൻ്റെ ധർമ്മടത്തെ പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിയോജകമണ്ഡലമാണല്ലോ. അപ്പോൾ ആ പരിപാടിയിൽ ഇങ്ങനെ കൊലക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ, മാത്രമല്ല 2 കൊലക്കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്, ഒരു കൊടും ക്രിമിനലാണ്. ആ ഒരു കൊടും ക്രിമിനലിനെ പങ്കെടുപ്പിച്ചതിലൂടെ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? അനന്തമ്പിയാർ, ഗുരുപൂജ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയാണ്. ആ വ്യക്തിയുടെ സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ്. പൊതു ഇടങ്ങളിൽ ഗുരുപൂജ എന്ന് പറയുന്നത്, വിദ്യാലയങ്ങളിൽ ഗുരുപൂജ എന്ന് പറയുന്നത് അപലപനീയമായിട്ടുള്ള കാര്യം. 1. 2, ഇപ്പോ ധർമ്മടത്ത് ബാലസംഘം എന്ന് പറയുന്നത് കുട്ടികളെ സംഘടിപ്പിക്കുകയും അവരുടെ കഴിവുകളെ, സർഗാത്മകത പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിനുള്ള ഇടതുപക്ഷ പ്ലാറ്റ്ഫോമാണ്. അവിടെ ധർമ്മടത്ത് ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഇപ്പൊ അപ്പീലിൽ നിൽക്കുകയും ഇപ്പൊ പരോളിൽ ഇറങ്ങുകയും ചെയ്തിട്ടുള്ള ആൾ, ആ ആൾ വന്ന് അവിടെ ഒരു ക്ലാസ് എടുക്കുന്നു, അവിടെ കുട്ടികൾക്ക് പാട്ടുപാടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ കാണുന്ന വലിയ അവിവേകം. എന്നെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് കാര്യത്തിലുള്ളത്. ഇപ്പൊ കുറ്റകൃത്യത്തിലായിപ്പോയി ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ട ലോകത്താകമണ്ണമുള്ള പുരോഗമന നിയമങ്ങൾ ആകമാനം പറയുന്നത് ഒരു റിഫർമേറ്റീവ് തിയറിയാണ്, മാനസാന്തരം ഉണ്ടാക്കുക. അങ്ങനെ മാനസാന്തരം ഉണ്ടായി ഒരാൾ നല്ലവനായാൽ നിങ്ങൾ വീണ്ടും കൊടും ക്രിമിനൽ എന്ന് ആവർത്തിച്ചു പറയുക. അങ്ങനെയെങ്കിൽ ഇപ്പൊ സദാനന്ദം മാഷ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. സദാനന്ദം മാഷിന് രാജ്യസഭയിലേക്ക് അയക്കാൻ കഴിയുക. രാജ്യസഭയിലേക്ക് അയക്കുന്നതിൽ അദ്ദേഹത്തിന്റെ മികവ് എന്ന് നിങ്ങൾ എടുത്തു കാണിക്കുന്ന, അല്ലെങ്കിൽ BJP എടുത്തു കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതങ്ങനെ അദ്ദേഹം കേസുകൾ പ്രതിയായിരുന്നു. ഞങ്ങളുടെ 2 സഖാക്കളെ കാലറുത്ത കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആളാണ് സദാനന്ദ മാഷ്. അപ്പൊ സ്വാഭാവികമായിട്ട് സദാനന്ദ മാഷെ ശിക്ഷിച്ചോ? ശിക്ഷിക്കണം. ടെൻഷൻ ശ്രീജിത്തിനെ ശിക്ഷിച്ച പോലെ സദാനന്ദ മാഷെ ഏതെങ്കിലും കേസിൽ ശിക്ഷിച്ചിട്ടുണ്ടോ? സദാനന്ദ മാഷയുടെ കാല് വെട്ടിയെടുത്ത എന്തിനാണ്? അദ്ദേഹം നേരത്തെ CPMലായിരുന്നു. അദ്ദേഹം അത് വിട്ട് സംഘപ്രസ്ഥാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചു. അവിടെ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ ഒരു ചലനമുണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ, സാന്നിധ്യത്തിലൂടെ സാധിച്ചു. അത് നിങ്ങളുടെ ആൾക്കാർക്ക് പിടിച്ചില്ല. ഞാനും ആ കാലത്തൊക്കെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തിയ ആളാണ് അസ്കർ. നിങ്ങൾ അങ്ങനെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാതെ. മാത്രമല്ല അല്ല, ആ 2 വധശ്രമ കേസുകൾ അദ്ദേഹം പ്രതിയായിരുന്നല്ലോ. 2 നേതാക്കന്മാരുടെ കാലുവെട്ടിയ കേസുകളിൽ അദ്ദേഹം പ്രതിയായിരുന്നു. എന്തായി? അദ്ദേഹത്തെ ശിക്ഷിച്ചോ?
രാഷ്ട്രീയ ആക്രമണ കേസുകളുടെ സാഹചര്യമൊക്കെ നമുക്കറിയായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. എത്രയോ കേസുകൾ എന്നിട്ട് കേസ് ശിക്ഷിച്ചോ ഇല്ലയോ എന്ന്. ഇപ്പൊ കൊലപാതക കേസ് അന്ന് BJP അല്ലല്ലോ കേരളം ഭരിച്ചത്. പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. BJP അല്ലല്ലോ കേരളം ഭരിച്ചത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ പ്രതികളെ CPM-ന്റെയും അതുപോലെ തന്നെ RSS-നെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ പ്രതികളെ വെറുതെ വിട്ടിട്ടില്ലേ? വെറുതെ വിടാത്തതൊന്നും അല്ലല്ലോ. അപ്പൊ വെറുതെ വിട്ടത് ഒരു വലിയ സർട്ടിഫിക്കറ്റ് ആയിട്ട് കാണേണ്ട കാര്യമുണ്ടോ? അതൊരു സർട്ടിഫിക്കറ്റ്. താങ്കൾ പറഞ്ഞു വരുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭ അംഗമായി നോമിനേറ്റ് ചെയ്തത് ശരിയല്ല. അദ്ദേഹത്തിന് കേസുണ്ടായിരുന്നല്ലോ, ഇല്ലെന്ന് അങ്ങേക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് അസ്ക, വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്? അദ്ദേഹം പിണറായി വെട്ടുന്നു എന്ന് കണ്ട ആ സാക്ഷിയുടെ മൊഴിയുണ്ട്. അന്ന് താങ്കൾ പറഞ്ഞ പോലെ എന്തുകൊണ്ട് അകത്ത് പോയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു അന്ന്. ഒരു പാലം ഇങ്ങോട്ട് ഇട്ടപ്പോൾ ഒരു പാലം അങ്ങോട്ട് ഇട്ടു ആണല്ലോ. അപ്പോൾ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ 1-ാം പ്രതി, അദ്ദേഹത്തിനെതിരെ സാക്ഷിമൊഴി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ആ പ്രതിയാണ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതിനെന്ത് ന്യായീകരണം നൽകും? സദാനന്ദൻ മാഷെ രാജ്യസഭ അംഗമാക്കി നാമനിർദ്ദേശം ചെയ്തത് ശരിയല്ല എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അസ്ക ആ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും? അതല്ല അൽനമ്പ്യർ, ശ്രീജിത്തിന് അദ്ദേഹത്തിന് ചില കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്ന് പറയുന്നത് ഏതാണ്? അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം പ്രദർശിപ്പിച്ചു. അതായത് 3 പേരെ കൊന്നു. അത് കോടതി പരിശോധിക്കട്ടെ. ആ കേസുകൾ പരിശോധിച്ചല്ലോ. ഒരു കേസിലാണ് അദ്ദേഹത്തെ ജീവപര്യന്ത തടവിന് ശിക്ഷിച്ചത്. ഇനി 2 കേസ് പെൻഡിങ്ങിലാണ്. വിചാരണ നടക്കാൻ പോകുന്നു. ആ കേസ് അപ്പീലല്ലേ? ഏത് കേസാണ് അപ്പീല്? അയാൾ ജയിലിലാണ് ഇപ്പോഴും. ജയിലിലിരിക്കുന്ന ടെൻഷൻ ശ്രീജിത്താണ് പരോളിൽ ഇറങ്ങിയത്. പരോളിലിറങ്ങി അപ്പീലില്ല. ആ കേസ് അപ്പീലിലാണ്. അപ്പീലിൽ നിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ അപ്പീലിൽ നിൽക്കുന്ന കേസിന്റെ സമയത്ത് അയാൾ തടവറയ്ക്ക് പുറത്തല്ല. അയാൾ പരോള് കഴിഞ്ഞ് തിരിച്ചു പോകണം. അഡ്വക്കേറ്റ് അസ്ക, തെറ്റിദ്ധരിപ്പിക്കരുത് ദയവ് ചെയ്ത്. അതല്ല അൽനമ്പ്യർ ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ കഴിവെന്താ പറ. അല്ല, നിങ്ങൾ ആ ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയില്ല, പക്ഷെ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നിങ്ങൾ സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം നല്ലപോലെ പാടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ആ പാട്ട് പാടി പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടെ ഉള്ളത്. അതിനൊരു അക്ഷന്തവ്യമായ അപരാധമായി കണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരു അഭിപ്രായം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എനിക്ക് വ്യക്തിപരമായ മറ്റൊരു അഭിപ്രായമുണ്ട്. ശ്രീജിത്തിനെ പോലുള്ള ആളുകളെ ബാലസംഘം പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു കാരണവശാലും ധർമ്മടത്ത് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇത്തരത്തിൽ കുറ്റാരോപിതരോ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളെയോ പൊതുസമൂഹത്തിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവർ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം നിശ്ചയമായും ശ്രീജിത്തിനെ ആ പരിപാടി ഇതൊന്നും അറിയാത്തവരാണോ അതിന്റെ സംഘാടകർ? ചുമതലക്കാർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് അസ്ക, ഇതൊന്നും അറിയാത്തവരാണോ ബാലസംഘത്തിന്റെ സംഘാടകർ? അവിടെ നേരത്തെ അല്ല, നമ്മുടെ നടേശ സാർ പറഞ്ഞതുപോലെ, അതായത് ശ്രീജിത്തേട്ടന്റെ സാന്നിധ്യം കൊണ്ട് ധന്യമായിരുന്നു, അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞ മാഷേ? അല്ല, അത് ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പോസ്റ്റുകളല്ലേ നടേശ? അവിടെ അതെ, അങ്ങനെയല്ല. ശ്രീജിത്തിനെ പോലുള്ള ആളുകളെ നിശ്ചയമായി അകറ്റി നിർത്തണമെന്ന അഭിപ്രായം എനിക്കുള്ളത്. അത് ശ്രീജിത്ത് ആയാലും ഏത് XYZ ആയാലും. പക്ഷെ നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു അസ്കർജിയുടെ ഈ വാദത്തെ, തീർച്ചയായിട്ടും. അല്ല, നിശ്ചയമായി അത് പറയുമ്പോഴും ശ്രീജിത്തിലെ ആ സർഗ ഇതുണ്ടല്ലോ, ശേഷി, അതിനെ തള്ളിക്കളയുന്നില്ല പാവം. അല്ല, ഞാൻ അൽനമ്പ്യർ അതിൽ കാണേണ്ടത് ഇപ്പോൾ ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അയാളിലെ കഴിവുകൾ നമുക്കറിയാം. ജയിലിൽ നിന്ന് എത്ര മികച്ച കഥകളും മികച്ച കവിതകളും നോവലും ഉണ്ടായിട്ടുണ്ട്. അപ്പോ അവരെ കുറ്റവാളികളാണ്, ശിക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ എന്നതുകൊണ്ട് അവരിലെ സർഗാത്മകത മുരടിച്ചു പോകണമെന്നും അത് പ്രസിദ്ധീകരിക്കപ്പെടരുതെന്നും അത് വായിക്കപ്പെടരുതെന്നും നിർബന്ധം പിടിക്കുന്നത് അവരോട് കാണിക്കുന്ന ഏറ്റവും ക്രൂരത. ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് മാനസാന്തരം ഉണ്ടാവുകയും ആ മാനസാന്തരത്തെ തുടർന്ന് അയാൾ ഒരു നല്ല മനുഷ്യനായി പൊതുസമൂഹത്തിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ് ആധുനിക നിയമചിന്തകരാകമാനം കൽപ്പിച്ച് നൽകിയിട്ടുള്ളത്. അപ്പൊ ആധുനിക ചിന്തയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്ന പഴയ
കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്നത് ശരിയല്ല എന്നുള്ളതും അത്തരം ഒരു ചിന്താഗതി അപ്പൊ ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ശ്രീജിത്തേട്ടനെ ഒരു മാതൃകാ പുരുഷനായിട്ടാണ് അവിടെ അവതരിപ്പിച്ചത് കുട്ടികളുടെ മുമ്പിൽ. അവർക്ക് മാതൃകയാക്കാം. ശ്രീജിത്തേട്ടൻ 3 കൊലപാതകം ചെയ്തെങ്കിലും അദ്ദേഹം നന്നായിട്ട് പാടുന്നുണ്ട്, ആടുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ അദ്ദേഹത്തിന്റെ വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്നൊരു മെസ്സേജ് ആയിരിക്കും നൽകിയത്. തീവ്രത കുറഞ്ഞ കൊലപാതകമായിരിക്കുള്ളൂ. ഒരിക്കലും അത്തരത്തിൽ അതിനെ ഞാൻ കാണുന്ന വ്യത്യസ്തമാണ്. സംഘാടകർക്ക് അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. തുടർന്നുള്ള കാലം ഇത്തരം സംഘാടനം നടത്തുന്ന ഘട്ടങ്ങളിൽ അവർ പരിശോധിക്കേണ്ടത് തന്നെയാണിത്. അത് അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ ശ്രീജിത്തിന്റെ വീടിന്റെ പാല് കാച്ചൽ ചടങ്ങിലാണ് നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ സഖാവ്, അതുപോലെ പാർട്ടി സംസ്ഥാന സമിതി അംഗം P ജയരാജൻ സഖാവ്, അതുപോലെ നമ്മുടെ പഴയ PP ദിവ്യ ഉണ്ടല്ലോ, മറക്കാൻ സാധ്യതയില്ല. PP ദിവ്യയൊക്കെ ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ വലിയ പുള്ളിയാണ്. താങ്കൾ കരുതുന്ന പോലെ ഇതൊരു വെറും ഒരു നത്തോലിയല്ല. നമ്മുടെ ഈ ടെൻഷൻ ശ്രീജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സഖാക്കന്മാരുടെയൊക്കെ പെറ്റാണ്, സ്വന്തം ആളാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേക പരിഗണന കൊടുത്തു എന്നുള്ളത് ശരിയാണ്. വിദ്യാസാഗർ ടെൻഷൻ അണ്ണന്മാർ കൊലപാതകികൾ ആണെങ്കിലും അവരിൽ സർഗാത്മകതയുണ്ടെങ്കിൽ അവർക്കൊരവസരം കൊടുത്തേ മതിയാവൂ എന്നാണ് അഡ്വക്കേറ്റ് അസ്കറിൻ്റെ പ്രശ്നം. അല്ല, അദ്ദേഹം പറഞ്ഞ ആ വാദത്തോട് എനിക്ക് വിയോജിപ്പില്ല. കാരണം ഏതൊരു മനുഷ്യനും അവന്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അതിനോട് അനുബന്ധമായിട്ട് പറഞ്ഞൊരു കാര്യം ശ്രീജിത്തിനെ പോലെയുള്ളവരെ അകറ്റി നിർത്തേണ്ടതാണെന്നാണ്. അതായത് ക്രിമിനൽ കേസുകളിൽ ബുക്ക്ഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ ശിക്ഷ അനുഭവിച്ചവർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ അകറ്റി നിർത്തപ്പെടേണ്ടതാണെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പിണറായി വിജയനെ ആദ്യം അകറ്റി നിർത്തണ്ടേ എന്ന അനിൽജിയുടെ മറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ നല്ല മെയ്വഴക്കത്തോടെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഇവിടെ നേരത്തെ അദ്ദേഹം അസ്കർജി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, മിഷണറിമാരാണ് ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ലോകപ്രസിദ്ധമായ അല്ലെങ്കിൽ ലോക പ്രശസ്തനായ ക്രിസ്റ്റഫർ ഹിച്ചൻസ് എന്ന യുക്തിവാദിയുടെ ഒരു പുസ്തകമുണ്ട്, ദ മിഷണറി പൊസിഷൻ, അതിന്റെ പേര് ദ മിഷണറി പൊസിഷൻ. ആ പുസ്തകം എൻ്റെ ശ്രോതാക്കൾ, ഇപ്പൊ കേൾക്കുന്ന ആളുകൾ എല്ലാവരും അത് വായിച്ചിരിക്കണം. അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് മിഷണറിമാർ ഈ രാജ്യത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഞാനോ നിങ്ങളോ സംഘപരിവാരകാരോ ഒന്നും എഴുതിയതല്ല. ക്രിസ്റ്റഫർ ഹിച്ചൻസ് എന്ന ലോക പ്രശസ്തനായ യുക്തിവാദിയാണ്. അദ്ദേഹത്തിന്റെ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അതിന്റെ മൂർച്ച സഹിക്കവയ്യാതെ പാതിരിമാര് പള്ളി വിട്ട് യുക്തിവാദികളായിട്ടുണ്ട്. ലോകമെമ്പാടും ഇസ്ലാമിക ക്രിസ്ത്യൻ മതങ്ങളുടെ അധിനിവേശ സ്വഭാവത്തിന് അനുകൂലമായിക്കൊണ്ട്, നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ അനുചരനായിരുന്ന MN വിജയൻ മാഷ് പിന്നെ ഇതേപ്പറ്റി എഴുതിയിട്ടുണ്ട്. മാഷ് പ്രസംഗിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. മാഷ് പറഞ്ഞത് മിഷണറിമാർ മലയാളം പഠിച്ചതും മലയാള വിദ്യാലയങ്ങൾ തുടങ്ങിയതും മലയാളത്തെ ഉദ്ധരിക്കാനല്ല, മതം പ്രചരിപ്പിക്കാനാണ്. ഗുണ്ടട്ട് സാഹിബ് മലയാള നിഘണ്ടു ഉണ്ടാക്കിയത് മലയാള ഭാഷയുള്ള സ്നേഹം കൊണ്ടല്ല, ബൈബിൾ മൊഴിമാറ്റം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ലോകത്തെല്ലായിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന്റെ പിന്നിലുള്ള മതപരിവർത്തനത്തെ, ഉദാഹരണം പറഞ്ഞാൽ എന്തിനാണ് പൊതുവിദ്യാലയം എന്ന് പറഞ്ഞല്ലോ, വിദ്യാലയങ്ങൾ എന്തിനാണ് തൊട്ടടുത്ത പറമ്പിൽ തന്നെ, അല്ലെ അതേ പറമ്പിൽ തന്നെ പള്ളിയും അതിനകത്ത് ആരാധനയും. എനിക്കറിയാം വളരെ സട്ടിലായിട്ടുള്ള പ്രഷർ കൊടുത്തുകൊണ്ടാണ് കുട്ടികളെ, ഹോസ്റ്റലിലുള്ള കുട്ടികളെ വരെ ഇവരെല്ലാ ദിവസവും മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ ഹിന്ദു കുട്ടികളെ കൊണ്ടുപോകുന്നത്. മുസ്ലിം കുട്ടികൾ പോവില്ല. മുസ്ലിം കുട്ടികളെ 2 തവണ നിർബന്ധിച്ച് കഴിഞ്ഞാൽ പള്ളിയിലച്ഛന് വിവരം അറിയുന്നുള്ളതുകൊണ്ട്, ഹിന്ദുക്കൾക്ക് അങ്ങനെ ചോദിക്കാനും വരാൻ ആരും ഇല്ലാത്തതുകൊണ്ടും ഹിന്ദു നേതാക്കൾ പല അരമനയിൽ പോയിട്ടാണ് ആഹാരം കഴിക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഹിന്ദു സമൂഹത്തിന് ചോദിക്കാനും പറയാൻ ഇപ്പൊ ആരും ഇല്ല. ഇപ്പൊ ഹിന്ദുക്കളെ മതം മാറ്റി കൊണ്ടുപോയാലും ആരും അത് പോട്ടെ എന്ന് വിചാരിച്ചിരിക്കുക ഇപ്പോൾ ഉള്ളൂ. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ പോയിട്ട് ഈ മതപരിവർത്തന ശ്രമങ്ങൾ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താണ്? അപ്പം അടി കിട്ടും. ആ സെക്കൻഡിൽ പല്ല് 32 പേര് താഴെ തല്ലിടും. അതാണ്, നമുക്കതില്ല. നമ്മളുടനെ നമ്മുടെ നേതാവ് അപ്പോൾ ചിലപ്പോ അരമനയിൽ ബിഷപ്പിന്റെ പാദം നമസ്കരിക്കുകയും അവിടുന്ന് അപ്പവും മുട്ടയും കഴിക്കുകയായിരിക്കും. ഈ ദുർവിധി നമ്മുടെ തലയ്ക്ക് മേലെ ഉണ്ടെന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചത്. അതായത് ആരെയാണോ ശരിക്കും നമ്മൾ ശത്രുപക്ഷത്ത് കാണേണ്ടത്, ആരുടെ പ്രവർത്തനങ്ങളെയാണോ നമ്മൾ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ടത്, അവരോട് രഹസ്യമായി കൂട്ടുകൂടുക എന്ന വളരെ വൃത്തികെട്ട നയം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നേ ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ. അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗുരുപൂജ, അങ്ങനെയാണെങ്കിൽ എനിക്കറിയാവുന്ന കാര്യമാണ്, സ്കൂളിൽ നിന്ന് നിങ്ങൾ പള്ളിയിൽ പോയി തൊഴിലിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാൻ. അത് വളരെ സട്ടിലായിട്ട് പ്രഷറൈസ് ചെയ്യും അവർ എല്ലാ സ്കൂളിലും, ക്രിസ്ത്യൻ സ്കൂളുകളിൽ. അത് നിർത്താൻ പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദ മാഷക്കോ അല്ലെങ്കിൽ ശിവൻകുട്ടിക്കോ ധൈര്യമുണ്ടോ, നട്ടലുണ്ടോ? എന്തിനാണ് ഞാൻ വിദ്യാഭ്യാസത്തിന് പണം കൊടുത്തിട്ടാണ് പോകുന്നത് സ്കൂളിൽ. ആ സ്കൂളിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന എന്നോട് സന്ധ്യയ്ക്ക് വെറുതെ ഇരിക്കുന്നത് പള്ളി പ്രാർത്ഥിക്കാൻ, മുട്ടിപ്പാ പ്രാർത്ഥിക്കാൻ വരാൻ പറയാം. എത്രയോ കുട്ടികൾ, ഇതൊന്നും നിങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞാൽ നാളെ ആയിരക്കണക്കിന് കുട്ടികൾ പരാതി പറയും.
പക്ഷെ അതിൽ പരാതിയില്ല, അവരുടെ മതത്തിലേക്ക് പോയ കുഴപ്പമില്ല എന്ന രീതിയിൽ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന ദുർബലമായ നട്ടലൂരിയ നയം കൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ പൂജ ചെയ്താൽ അല്ലെങ്കിൽ പാദപൂജ ചെയ്താൽ, അത് ഞാൻ ചോദിക്കട്ടെ, അനാദ്യനന്തമായ പരമ്പരയാണിത്, ഗുരു പരമ്പരയാണിത്. നമ്മളൊരു പൂജ ചെയ്യാനിരിക്കുമ്പോൾ പോലും ശിവാദി ശ്രീ ഗുരുഭ്യോ നമൻ പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ശിവൻ തുടങ്ങിയ ഗുരുക്കന്മാർക്കെല്ലാം നമസ്കാരം നമ്മുടെ എല്ലാ പൂജയും ചെയ്യുന്നത്, ക്ഷേത്രത്തിലായിക്കോട്ടെ സ്വകാര്യ പൂജയായിക്കോട്ടെ. അപ്പം പരമശിവനിൽ നിന്ന് വന്നതാണ് 64 കലകൾ എന്ന് വിശ്വസിക്കുന്ന ജനതയാണ്. നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, വാദ്യ കലകളായിക്കോട്ടെ, അതെല്ലാം ഒരു ഗുരു എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ VS അച്യുതാനന്ദൻ എല്ലാ ദിവസവും യോഗ ചെയ്യുന്ന ആളാണ്. അത് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിന് ചിദംബരനാഥ് എന്ന് പറഞ്ഞ യോഗ ഗുരു ഉണ്ട്. ഇപ്പൊ എന്തും പഠിപ്പിക്കുന്ന ഒരു ഗുരു ഉണ്ട്. ആ ഗുരുവിനോട് വണക്കം കാണിക്കുക, ഗുരുവിനോട് റെസ്പെക്ട് കാണിക്കുക, അതിന് ടോക്കൺ ആയിട്ട് ഒരു ക്രിയ മാത്രമാണത്. ഞാൻ ചോദിക്കട്ടെ, വെട്ടുകൊണ്ട് ചത്തൊരു ക്രിമിനൽ, അവന് വേണ്ടി നിങ്ങൾ കവലയുടെ സൈഡിൽ ഒരു ചുവന്ന ഒരു ത്രികോണം, ഒരു തൊപ്പി, കോമാളി തൊപ്പി പോലെ ഉണ്ടാക്കി വെക്കുന്നു. അവിടെ പോയിട്ട് നിങ്ങൾ ഈ പ്രഭാത പേര് നടത്തിയിട്ട് ഇങ്ങനെ കൈ ചുരുട്ടി പിടിച്ച് എന്ത് കാണിക്കുകയാണ്? അതിന്റെ അർത്ഥം എന്താണ്? ഈ ചത്തവൻ അത് കാണുന്നുണ്ടോ? ജീവിക്കുന്നു. നിങ്ങൾക്കത് വളരെ പവിത്രമാണ്, നിങ്ങൾക്കത് പവിത്രമാണ്, അത് ചോദിക്കാൻ പാടില്ല. മരിച്ചുപോയ ഞങ്ങളുടെ സഖാവിന് ഞങ്ങൾ രക്തപുഷ്പാഞ്ജലി അർപ്പിക്കുന്നു, രക്തഹാരം അണിയിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ കൈ ഉയർത്തി മുഷ്ടി ചുരുട്ടി ആകാശത്തിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വിപ്ലവം ജയിക്കുന്നു. അപ്പൊ ഓരോരുത്തർക്കും പ്രതീകാത്മകതയുണ്ട്. ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ ഉണ്ട്. എല്ലാം മതങ്ങൾ തന്നെ. കമ്മ്യൂണിസം ഒരു മതം തന്നെയാണ്. അപ്പോ അവർ ഇപ്പോൾ നമ്മളെ എതിർക്കുമ്പോൾ നമ്മൾ അതിനെ ശക്തമായി എതിർക്കേണ്ടി വരുന്നത് ഒരു മതം മറ്റൊരു മതത്തെ എതിർക്കുന്നു എന്ന നിലയ്ക്കുമ്പോൾ തന്നെയാണ്. കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയുടെ ഉള്ളിൽ ഇപ്പോൾ ഭരിക്കുന്നത് ജിഹാദിസമാണെന്ന് സംശയിക്കേണ്ട കാലഘട്ടമാണ്. ഒരു തരത്തിലും ആർക്കും ഹാനി ഉണ്ടാക്കാത്ത ഗുരുപൂജയെ, കുട്ടികൾ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഗുരുപൂജയെ നിങ്ങൾ എതിർക്കുകയും അതിനെ അങ്ങേയറ്റം വഷളാക്കി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്ന എങ്ങനെയാണ്? പിന്നെ എന്റെ പ്രതികരണം ഈ ജനം ചാനലിലൂടെ വന്നതുകൊണ്ട് നാളെ ശിവൻകുട്ടി തിരുത്തുന്നു ഞാൻ വിചാരിക്കുന്നില്ല. കാരണം പി ഗോവിന്ദപിള്ള എന്ന് പറഞ്ഞ മഹാനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ താത്വിക ആചാര്യന് പോലും ഉണ്ടായ അവസ്ഥ എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താത്വികമായ അടിത്തറ, ഞാനൊക്കെ പിന്നെ ലോക രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ വേണ്ടി ദേശാഭിമാനിയിലെ ഗോവിന്ദപിള്ള സാറിന്റെ ലേഖനം വായിക്കുമായിരുന്നു. ആ മനുഷ്യന്റെ ഒക്കെ അവസ്ഥ എന്താണ്? ആ മനുഷ്യനൊക്കെ പിണറായിസം വളർന്നു വന്ന കാലത്ത് ബ്രാഞ്ച് തലത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണ് ഉണ്ടായത്. വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ താത്വികമായും വിവരമുള്ളവർക്ക് ഒരു സ്ഥാനവുമില്ലാത്ത, ഗുരുക്കന്മാർക്ക് ഒരു സ്ഥാനമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഉള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗുരുപ്പിഴയാണ്. കാരണം ഇപ്പോ പിന്നെ MN വിജയൻ മാഷ് പിണറായി വിജയനെ ബ്രണ്ണൻ കോളേജിൽ പഠിപ്പിച്ച മലയാള അധ്യാപകനാണ്. അപ്പൊ അതിഗംഭീര പ്രാസംഗികനും അതിഗംഭീരനായ എഴുത്തുകാരനുമാണ്. അദ്ദേഹം മരിച്ചപ്പോൾ പിണറായി വിജയന്റെ വാക്കെന്തായിരുന്നു? നല്ല കലാലയ അധ്യാപകനായിരുന്നു എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇയാൾ ഒരു ഗുണം ചെയ്തിട്ടില്ല. അപ്പം സാമ്പത്തിക അടിത്തറയിൽ സാമ്പത്തിക ലക്ഷ്യത്തോടു കൂടി ഭരണത്തിലെത്താൻ വേണ്ടി പാർലമെന്ററി വ്യാമോഹത്തോട് പ്രവർത്തിക്കുന്ന വെറും ഒരു വ്യവസായ സംഘടനയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ മറ്റു മതങ്ങളിലേക്ക് കടന്നുണ്ടാകുമ്പോൾ അതിനെ സുശക്തമായി പ്രതിരോധിക്കേണ്ടത് ഓരോ ഹിന്ദുവിന്റെയും ചുമതലയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, ടീച്ചർമാർക്ക് പിന്നെ കുഴിമാട ഒരുക്കുക, ടീച്ചർമാരുടെ കസേര കത്തിക്കുക, പ്രിൻസിപ്പൾമാരെ ഖറാവ ചെയ്യുക, വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ കരണം തടിച്ച് നിലത്ത് വീഴ്ത്തുക, പിന്നെ വെടിവെപ്പ് നടത്തിയിട്ട് അല്ലെങ്കിൽ അക്രമാസക്തമായ സമരം നടത്തിയിട്ട് വെടികൊണ്ടിട്ട് പിന്നെ ചത്തുപോവുക, ഇതൊക്കെ ചെയ്തവര് അതേ നയങ്ങൾ വീണ്ടും അവതരിപ്പിച്ചവരാണ്. അപ്പോ സത്യം പറഞ്ഞാൽ പ്രൈവറ്റൈസേഷന്, ഗ്ലോബലൈസേഷന് അല്ലെങ്കിൽ ലിബറലൈസേഷന്, ക്യാപിറ്റലിസത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകം എന്താണെന്നറിയോ? ക്യാപിറ്റലിസം വളരണമെങ്കിൽ കമ്മ്യൂണിസം വേണം. അത് നേരത്തെ ഞാൻ പറഞ്ഞു, മുതലാളിയുടെ ചൊൽപ്പടിക്ക് മുതലാളി പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിസം നിലനിൽക്കണമെന്നും വീണ്ടും അധികാരത്തിൽ വരണമെന്നും അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ചോദ്യം ചെയ്യാതിരിക്കണമെന്നുള്ള ബുദ്ധിയുള്ളവരാണ് മുതലാളിമാരെന്ന് മനസ്സിലാക്കിയാൽ തൽക്കാലം രക്ഷ പാർട്ടിക്കുണ്ടാവും. ഓക്കെ, നടേശൻ സാർ, നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, അതില് നമ്മുടെ ഭാസ്കർജി പറഞ്ഞല്ലോ, ഈ ഗുരുവിനെ പൂജിക്കുക എന്നത് വ്യക്തിപരമാണ്, സ്വകാര്യതയാണെന്ന് പറഞ്ഞില്ലേ? അങ്ങേയറ്റം തെറ്റാണ്. മാതാവ്, പിതാവ്, ഗുരു, ദൈവം നിങ്ങൾ വിട്ടോളൂ. ഇവരെ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഒരു ലക്ഷണമാണ്. അത് സ്വകാര്യമായിട്ട് കാണേണ്ടതല്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ വിദ്യാനികേതൻ സ്കൂളില് കുറെ കാലം വർക്ക് ചെയ്ത ഒരു അധ്യാപകൻ എന്ന നിലയിൽ 2 തരത്തിലെ പൂജ അവിടെ നടക്കുന്നുണ്ട്. മാതൃപൂജയും നടക്കുന്നുണ്ട്, ഗുരുപൂജയും നടക്കുന്നുണ്ട്. മാതൃപൂജ എന്ന് പറഞ്ഞാൽ മാതാവിന്റെ സ്ഥാനത്ത് അവരുടെ അച്ഛന്മാരിരുന്ന അവരെയും പൂജിക്കും. അതൊരു വളരെ പവിത്രമായൊരു ചടങ്ങാണ്. അത് BJP-കാരനാണെങ്കിൽ എന്റെ മക്കളാണെങ്കിലും അതെ, എല്ലാവരെയും പൂജിക്കും. അവിടെ കാണുന്നത് സ്വന്തം അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ ഈശ്വര തുല്യമായി കാണുന്നു എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല, തെറ്റ്. 2, ഗുരുപൂജ.
ഓർക്കേണ്ടത് നിങ്ങളുടെ മനസ്സിലുള്ള ഗുരു വയറെല്ലാം വലിയ വയറുള്ള കണ്ടിയായിട്ടുള്ള ഒരാളാണ് നിങ്ങളുടെ മനസ്സിലെ ഗുരു. ഓർക്കുക, ത്രേതായുഗത്തിലെ ഗുരു ദക്ഷിണാമൂർത്തിക്ക് എന്താ പറയുക, പക്ഷികളും പറവകളും പാമ്പും എല്ലാമാണ് ഗുരു. അതായത് ഓരോന്നിലും ഇരിക്കുന്ന ചൈതന്യത്തിനെ അറിയുന്നവനാണ് ഗുരു. അത് മനുഷ്യൻ മാത്രമല്ല, ഒരു കല്ല് വെച്ചിട്ട് ആ കല്ലിൽ ഗുരുത്വത്തെ കാണുക എന്നതാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഇതൊരു ആവറേജ് കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സിലാവില്ല. ഇത് വേദകാലം മുതൽ ഇവിടെ നിൽക്കുന്ന പവിത്രമായ ഒന്നാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നൃത്തം ചെയ്യുന്നവർ, സംഗീതം അഭ്യസിക്കുന്നവർ, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്നവർ ആദ്യം ഗുരു, ഗണപതി, സരസ്വതി വന്ദനം ചെയ്യുകയാണ്. അത് അടിമത്തമാണെന്ന് നിങ്ങൾ വിശദീകരിക്കരുത്. അതുപോലെ തന്നെ ആറബിയിലും കലാമണ്ഡലത്തിലും സംഗീത കോളേജിലും അവിടുത്തെ വിദ്യാർത്ഥികൾ ഇത് തുടങ്ങുമ്പോൾ ഗുരുവിനെയും ഒക്കെ വണങ്ങിയിട്ടാണ് തുടങ്ങുന്നത്. നാളെ നിങ്ങൾ തിട്ടൂരം കൊണ്ടുവരരുത്. നിങ്ങൾക്ക് പ്രാകൃതമായ കൾച്ചർ ഉണ്ട് എന്ന് വിചാരിച്ച് അത് ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. മഹത്തായ ലോകം ആരാധിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ദൗർഭാഗ്യവശാൽ നിങ്ങൾക്കത് അറിയില്ല എന്ന് മാത്രമല്ല, ലോകത്തിലെ എല്ലാത്തിനെയും നെഗറ്റീവ് കാണുന്ന ഒരു പാരമ്പര്യം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. മറ്റൊരു കാര്യം, ഈ കാണിക്കുന്നത് എന്ത് മാതൃകയാണെന്നൊരു ചോദ്യമുണ്ട്. വാസ്തവത്തിൽ ഇവരുടെ ഏത് നേതാവാണ് ഏതെങ്കിലും കാര്യത്തിൽ ഒരു മാതൃക എന്ന് പറയാൻ സാധിക്കുമോ? ഈ MA ബേബി മുതൽ താഴോട്ട് ഇങ്ങോട്ട് വന്ന എല്ലാവരും, അവരുടെ എല്ലാവരുടെയും പിന്നാമ്പുറ കഥകള് അങ്ങാടിപ്പാട്ടാണ്. അതുകൊണ്ട് ഇവരുടെ എല്ലാം മാതൃക ഏറെ ചർച്ച ചെയ്തതാണ്. പിന്നെ ശിവൻകുട്ടിയെ എന്ന് പറയുന്ന മാന്യദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആകുന്നത് വലിയ ഒരു അധ്യാപകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ C രവീന്ദ്രനാഥ് എന്ന് പറയുന്ന, രാഷ്ട്രീയത്തിനപ്പുറത്ത് അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന, അദ്ദേഹത്തെ ഗളഹസ്തം ചെയ്ത് കയറിക്കൂടിയേക്കുന്നതാണ്. ഇത് തന്നെയാണ് സന്ദേശം എന്ന് പറഞ്ഞാൽ. ഈ സന്ദേശം തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ് എന്നാണ് ഇവിടുത്തെ പൊതുസമൂഹം പറയുന്നത്. നിങ്ങൾ അതുകൊണ്ട് ഈ വാള് താഴെ വെച്ചേ പറ്റൂ. അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഭാരതത്തെ അവമതിപ്പോടുകൂടി കാണുന്നതായ കൾച്ചർ നിങ്ങൾ ഇല്ലാതാക്കണം. ഭാരതത്തെ മനസ്സിലാക്കണം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നുള്ളത് ആത്മാർത്ഥതയോടുകൂടി ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് അസ്കർ, ഒരു മിനിറ്റ്. അല്ല, അന്നന്റെ ഇതില് ഗുരുപൂജയെ സ്വകാര്യ ചടങ്ങ് ആക്കി മാറ്റണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഏതൊരു വ്യക്തിയുടെയും ഹൃദയത്തിൽ ഗുരുവിന് സ്ഥാനം ഉണ്ടാവണം. ആ ഗുരുവിനെ വന്ദിക്കണം, ഒരു സംശയം വേണ്ട. അത് വന്ദിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളെ നിർബന്ധമായി ഏതാ പാദപൂജ പാടില്ല. അല്ല, വിദ്യാർത്ഥികളെ കൊണ്ട് നിർബന്ധിത പാദപൂജ ചെയ്യിക്കുന്നതിനെയാണ് എതിർക്കുന്നത്. അത് വിദ്യാലയങ്ങളിൽ പാടില്ല. മാത്രമല്ല അവിടെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ലെന്ന് നിങ്ങൾ അവകാശപ്പെടുമ്പോ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധിത പ്രവർത്തനമായി തന്നെയാണ് കാണേണ്ടത്. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പറഞ്ഞതായിട്ട് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. പരാതി പറയണമെന്നില്ല. കുട്ടികൾക്കെതിരെ ഇപ്പോ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമം നടക്കുമ്പോൾ കുട്ടികൾ പരാതി പറഞ്ഞിട്ട് മാത്രമാണോ അത് കണ്ടെത്തുന്നത്? കുട്ടികൾ പറഞ്ഞില്ലല്ലോ, രക്ഷിതാക്കളെങ്കിലും പറയില്ലേ? അത് പൊതുസമൂഹം കൃത്യമായി ബോധ്യപ്പെടും. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം. മാത്രമല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നങ്ങൾ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ചടങ്ങുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കാൻ പാടില്ലെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോ സയന്റിഫിക് ടെമ്പർ മാറുന്ന ഒരു കാര്യങ്ങളും വിദ്യാലയങ്ങളിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ശാസ്ത്രീയ യുക്തിക്കെതിരായിട്ടുള്ള കാര്യം വിദ്യാർത്ഥികളെ നിർബന്ധിതമായി ചെയ്തു എന്നതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. കഞ്ചാവൊക്കെ വളരെ ലളിതമായിട്ടുള്ളതല്ലേ, ഇപ്പം മൊത്തം രാസലഹരിയല്ലേ സർ? അതല്ലേ ഇവരുടെ മുഖമുദ്ര. ഓക്കെ, എന്തായാലും ഒരു കൊലക്കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടയാൾ മറ്റ് 2 കൊലപാതകങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CPM ക്രിമിനൽ ബാലസംഘം പരിപാടിയിൽ ഇതിൽ പരം യോഗ്യതയുള്ള ഒരു ക്ഷണിതാവിനെ കിട്ടില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ ഇതുപോലെ അധപ്പതിച്ചൊരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. നാളത്തെ തലമുറക്ക് തെറ്റായ സന്ദേശം നൽകിയ സംഘാടകർക്കെതിരെ ഗുരുപൂജയിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷന് ചെറുവിരൽ അനക്കാൻ പറ്റുമോ? കമ്മീഷനെ വെല്ലുവിളിക്കുകയാണ്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും